നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SRSഉം DFD ആയിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? എന്തായിരുന്നു SRS എന്ന് പറഞ്ഞാല്? സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ആണ് SRS എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു SRS പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മളൊരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ് SRS എന്ന് പറയുന്നത്. ആരായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ഡെവലപ്പർ ടീം. നമ്മൾ ആർക്കാണോ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അവര് ഡെവലപ്പ് ചെയ്ത്, അതായത് നമ്മുടെ ക്ലയന്റിന്റെ റിക്വയർമെന്റിനനുസരിച്ച് എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണോ അതിന്റെ റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തരുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് SRS എന്ന് പറയുന്നത്. അപ്പൊ SRS പ്രിപ്പയർ ചെയ്യാനായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. പിന്നെ എന്ത് പഠിച്ചായിരുന്നു? DFD, ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഡേറ്റ ഫ്ലോ ഡയഗ്രാം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഇത് SRS എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണെങ്കിൽ DFD എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. അതായത് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഫ്ലോ, അതിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണോ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? DFD എന്ന് പറയുന്നത്. ഈ DFDയും SRSഉം ഇമ്പോർട്ടന്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് SRS പ്രിപ്പയർ ചെയ്യുക, DFD പ്രിപ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് DFD വരെ നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ SRSഉം DFDയും പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. ആരെങ്കിലും പ്രിപ്പയർ ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം, അല്ലെ ERD എന്ന് പറയും. അപ്പം എന്താ ER ഡയഗ്രാം? നിങ്ങൾ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം DBMS പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിനകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എൻറ്റിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ എൻറ്റിറ്റി എന്ന് പറഞ്ഞാല്? ഡേറ്റാബേസ് കേട്ടിട്ടുണ്ട്? ഡേറ്റാബേസ്, DBMS, ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ എന്താ ഇത്? വിഷ്വൽ റെപ്രസെന്റേഷൻ എന്തെന്ന് പറഞ്ഞാല് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം. എന്തായിരുന്നു ഡേറ്റാബേസ് എന്ന് പറഞ്ഞാല്? ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ടേബിൾസ്. അതിനകത്ത് കുറെ ടേബിൾസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ടേബിൾസിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഡയഗ്രാമാറ്റിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്ന് പറയുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് ER ഡയഗ്രത്തിനെ പറ്റി നോക്കാം. എന്താണ് ER ഡയഗ്രാം, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്നുള്ള നോക്കാം. അപ്പൊ ER ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ER ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ER ഉണ്ട്, SRS ഉണ്ട്, DFD ഒക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാത്ത ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ER ഡയഗ്രാം എന്ന് പറയുന്നത് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം ആയിരിക്കും. അപ്പൊ നമ്മുടെ ഡേറ്റാബേസ് റെപ്രസെന്റേഷൻ, ഡേറ്റാബേസിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്ന് പറയുന്നത്. എൻറ്റിറ്റി relational model is a model for identifying entities to be represented in the database and representation of how those entities are related. അപ്പം എന്താ ചെയ്യുന്നത്? നമ്മൾ ഡേറ്റാബേസിനകത്ത് നിങ്ങൾ കുറെ ഡേറ്റാസ്, അതായത് ടേബിൾസ് കണ്ടു. അപ്പൊ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണോ അത് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിനെ ഡയഗ്രമാറ്റിക്കലി അല്ലെങ്കിൽ വിഷ്വലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രത്തിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ടേബിൾ ഇപ്പൊ നമ്മൾ ഡേറ്റാബേസിനകത്ത് നമുക്ക് കുറെ ടേബിൾസ് ഉണ്ടായിരിക്കും. ആ ടേബിൾസ് തമ്മിൽ എന്തുണ്ടായിരിക്കും? എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലാതെ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ റിലേഷൻഷിപ്പിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം, അല്ലെ ER മോഡൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പം ഇത് entity relationship diagram explain the relationship among the entities present in the database. അപ്പൊ അതവിടെ explanation പറയുന്നുണ്ട്. Entity relationship diagram explains the relationship among the entities present in the database. ER models are used to the model real world object like a person, a car, or a company and the relation between this real world object. അപ്പൊ എന്താ നമ്മുടെ ഡേറ്റാബേസിലെ ഡേറ്റാസുകൾ അല്ലെങ്കിൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള കണക്ഷൻ എന്താണോ അല്ലെ റിലേഷൻഷിപ്പ് എന്താണോ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടേബിളുകൾ തമ്മിലുള്ള കണക്ഷൻ അല്ലെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഒരു ഡയഗ്രാം കണ്ടിട്ട് നമുക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് എന്തെന്ന് പറയുന്നത് ER ഡയഗ്രം എന്ന് പറയുന്നത്. പിന്നെ ER ഡയഗ്രത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സിമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് ER മോഡൽ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സിമ്പിൾസ് അറിഞ്ഞിരിക്കണം. അത് നമ്മൾ DFDക്കകത്ത് നമ്മൾ കണ്ടായിരുന്നു, കുറച്ച് സിമ്പിൾ നമ്മൾ കണ്ടായിരുന്നു. DFD വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾ കണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ER മോഡൽ വരയ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സിമ്പിൾസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ആ സിമ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ എൻറ്റിറ്റി റിലേഷൻഷിപ്പിലെ എൻറ്റിറ്റീനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. ഇനി എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് എൻറ്റിറ്റിക്ക് അത് എന്താ വരുന്നത്? ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ടുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എലിപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഡയമണ്ട്. ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമണ്ട് യൂസ് ചെയ്യുന്നത്. ഇനി ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ വേണ്ട. അതായത് ലൈൻസ് റെപ്രസെന്റ് ആട്രിബ്യൂട്ട് ടു എൻറ്റിറ്റീസ് ആൻഡ് എൻറ്റിറ്റി സെറ്റ് വിത്ത് അതർ റിലേഷൻഷിപ്പ് ടൈപ്പ്. ഇനി ഡബിൾ എലിപ്സ് ഉണ്ട്. ഡബിൾ എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്ത മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആയിരിക്കും വരുന്നത്. ഡബിൾ റെക്ടാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? റെപ്രസെന്റ് വീക്ക് എൻറ്റിറ്റി ആയിരിക്കും. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എവിടെ കണ്ടിട്ടുള്ളതാണ്? DBMSനകത്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട് ഈ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ER മോഡൽ വരയ്ക്കണമെന്നുണ്ട്. അപ്പൊ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റിറ്റി റെപ്രസെന്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പൊ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ടേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേബിൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എലിപ്സിനകത്ത് എന്ത് റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ആട്രിബ്യൂട്ട്. അപ്പൊ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ എന്തായിരിക്കാം? എൻറ്റിറ്റിക്കകത്ത് വരുന്ന വാല്യൂസ്. അപ്പൊ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ സ്റ്റുഡന്റ് ആണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വരും? സ്റ്റുഡന്റിന്റെ ID വരാം, സ്റ്റുഡന്റിന്റെ നെയിം വരാം, ഏജ് വരാം. അപ്പൊ എലിപ്സിനകത്ത് എന്തൊക്കെ നമുക്ക് കൊടുക്കാം? അതായത് അവിടുത്തെ ആട്രിബ്യൂട്ട് എന്തൊക്കെയായിരിക്കും? ID, നെയിമും ഒക്കെ ആയിരിക്കും വരുന്നത്. ഇനി ഡയമണ്ട്. അപ്പം നമുക്കിപ്പം ഒന്നിൽ കൂടുതൽ ടേബിൾസ് ഉണ്ടെങ്കിൽ സ്റ്റുഡന്റും പിന്നെ എന്താ കോളേജും അങ്ങനെ രണ്ട് ടേബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനായിരിക്കും നമ്മൾ ഡയമണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഡബിൾ എലിപ്സ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടി വാല്യൂഡ് പറയുന്നുണ്ട്. അപ്പൊ മൾട്ടി വാല്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? ഇപ്പൊ നമുക്ക് എന്താ ഒന്നിൽ കൂടുതൽ, അതായത് ഇപ്പൊ ഫോൺ നമ്പർ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയില്ല. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൾട്ടി വാല്യൂഡ് എൻറ്റിറ്റിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. വീക്ക് എൻറ്റിറ്റി താഴോട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വീക്ക് എൻറ്റിറ്റിയും സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് രണ്ട് എൻറ്റിറ്റീസും കൂടെ വരുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഇപ്പൊ രണ്ട് സിമ്പിൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊന്ന് നോക്കി വെക്കാം. റെക്ടാങ്കിൾ കണ്ടോ? റെക്ടാങ്കിള്, എലിപ്സ്, ഡയമണ്ട്, ലൈന്, ഡബിൾ എലിപ്സ്, വീക്ക് എൻറ്റിറ്റി, ഡബിൾ റെക്ടാങ്കിൾ വരുമ്പോൾ. അപ്പൊ അത് ഓരോന്നും പഠിച്ചു വെച്ചാണ്. കാരണം ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ER ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് കമ്പോണൻസ് ഓഫ് ER ഡയഗ്രാം. അതായത് ER ഡയഗ്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് എന്തൊക്കെയെന്ന് പറയുന്നത്? എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്, റിലേഷൻഷിപ്പ് എമംഗ് ദ എൻറ്റിറ്റീസ് ഇൻ ദി ഡേറ്റാബേസ് സിസ്റ്റം. അപ്പോൾ ഒരു ER ഡയഗ്രാം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? എൻറ്റിറ്റിനെ പറ്റി നമുക്ക് നോളജ് ഉണ്ടായിരിക്കണം, ആട്രിബ്യൂട്ട്സുകൾ അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ അത് തമ്മിൽ വരാൻ സാധ്യതയുള്ള റിലേഷൻഷിപ്പും എന്തൊക്കെയാണെന്ന് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ? ഒരു ER ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത് കണ്ട് ER മോഡലിനകത്ത് കാണിച്ചിരിക്കുക. ER മോഡലിലെ 3 ക്ലാസിഫിക്കേഷൻ ആണ്. എൻറ്റിറ്റി ഉണ്ട്, ആട്രിബ്യൂട്ട് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ എൻറ്റിറ്റിനെ തന്നെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സ്ട്രോങ് എൻറ്റിറ്റിയും വരുന്നുണ്ട്, അതേപോലെ തന്നെ വീക്ക് എൻറ്റിറ്റിയും വരുന്നുണ്ട്. പിന്നെന്താണ്? ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ടിനകത്ത് എന്തൊക്കെയാ വരുന്നത്? കീ ആട്രിബ്യൂട്ട് വരുന്നുണ്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് വരുന്നുണ്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടുകൾ വരുന്നുണ്ട്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടുകൾ വരുന്നുണ്ട്. ഇനി റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്? 1 to 1, 1 to many, many to 1 ആൻഡ് many to many. ഇതൊക്കെയാണ് റിലേഷൻഷിപ്പുകൾ വരുന്നത്.
ഓക്കെ, അപ്പൊ ER മോഡലിനകത്ത് 3 ക്ലാസിഫിക്കേഷൻ: എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, റിലേഷൻഷിപ്പ്. എൻറ്റിറ്റിക്കകത്ത് സ്ട്രോങ് എൻറ്റിറ്റി വരുന്നുണ്ട്, വീക്ക് എൻറ്റിറ്റി വരുന്നുണ്ട്. ആട്രിബ്യൂട്ടിനകത്ത് കീ ആട്രിബ്യൂട്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആൻഡ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് വരുന്നുണ്ട്. റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? 1 to 1, 1 to many, many to 1 ആൻഡ് many to many. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ് എൻറ്റിറ്റി? എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? An entity may be an object with a physical existence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ പേഴ്സൺ, കാർ, ഹൗസ്, എംപ്ലോയി, അതൊക്കെ എന്തായിരിക്കും? ഓരോ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പൊ അതിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും? എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ വാട്ട് ഈസ് എൻറ്റിറ്റി സെറ്റ്? Entity is an object, entity type and the set of all entities called entity set. Example, E1 is an entity having entity type student and the set of all students is called entity set. അപ്പൊ എന്തായിരിക്കാം? ഒന്നിനെ നമ്മൾ എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കൂട്ടത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കണ്ടോ, സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നുണ്ടോ? സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ആണ്. ഇത് കാണിച്ചിരിക്കുന്നുണ്ട് എന്തിനകത്താണെന്ന്? റെക്ടാങ്കിളിനകത്താണ് എൻറ്റിറ്റി ടൈപ്പ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എൻറ്റിറ്റി സെറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ എലിപ്സിനകത്ത് തന്നിരിക്കുന്നത്, അതായത് അതിന്റെ ഒരു കൂട്ടം വരുന്നത് എന്തിനകത്ത് തന്നിരിക്കുന്നത്? എലിപ്സിനകത്താണ് തന്നിരിക്കുന്നതാണ് എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ഓഫ് എൻറ്റിറ്റി നമ്മൾ കണ്ടു. 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. സ്ട്രോങ് എൻറ്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, വീക്ക് എൻറ്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? സ്ട്രോങ് എൻറ്റിറ്റി ഈസ് ദ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ദാറ്റ് ഹാസ് എ കീ ആട്രിബ്യൂട്ട്. സ്ട്രോങ് എൻറ്റിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ എൻറ്റിറ്റി ഇൻ ദ സ്കീമ. ഇറ്റ് ഹാസ് എ പ്രൈമറി കീ. അതായത് എന്തായിരിക്കും? യൂണിക് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ടൈപ്പ് എൻറ്റിറ്റി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കാം? An entity type that has a key attribute that uniquely identify each entity in the entity set, but some entity that type exists for which key attribute cannot be defined. അപ്പൊ എന്തായിരിക്കും? ചില സമയത്ത് നമുക്ക് എന്തായിരിക്കും? ഈ കീ ആട്രിബ്യൂട്ടിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇതെന്റെ ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് എംപ്ലോയി എന്നിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സിമ്പിൾ കണ്ടോ? ഹാസ് എന്ന് പറയുന്നത്, അതായത് റിലേഷൻഷിപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ഡയമണ്ട് സിമ്പിളും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ അപ്പം അതിനകത്ത് എന്താണ്? ഹാസ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ്. എന്നിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ഡിപ്പെൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്ട്രോങ് ആൻഡ് വീക്ക് എൻറ്റിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന്റെ സിമ്പിൾസ് കണ്ടായിരുന്നു. വീക്ക് എൻറ്റിറ്റി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ സിമ്പിൾ കണ്ടത്. വീക്ക് എൻറ്റിറ്റി സെറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഡബിൾ റെക്ടാങ്കിൾ ആണെന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ കണ്ടോ, ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന വീക്ക് എൻറ്റിറ്റിയുടെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഇത് എംപ്ലോയി ഹാസ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ഇവർ ഇവിടെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ പറഞ്ഞിരിക്കുന്നത്? കമ്പനി മേ സ്റ്റോർ ദ ഇൻഫർമേഷൻ ഓഫ് ഡിപ്പെൻഡൻസ്, പേരൻസ്, ചിൽഡ്രൻ, സ്പോസ്, അങ്ങനെ. അപ്പൊ ഓഫ് ആൻ എംപ്ലോയി, ഒരു എംപ്ലോയിയുടെ ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഒരു കമ്പനിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. ബട്ട് ദ ഡിപ്പെൻഡൻസ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ദി എംപ്ലോയി. സോ ഡിപ്പെൻഡന്റ് വിൽ ബി വീക്ക് എൻറ്റിറ്റി ടൈപ്പ്. അതായത് എംപ്ലോയി ഉണ്ടെങ്കിൽ അല്ലേ ആ ഡിപ്പെൻഡൻസിന് അവിടെ ഒരു പ്രാധാന്യമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? അവർക്കൊരു എന്താ ഒരു വാല്യൂ അവിടെ വരുന്നില്ല. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സോ ഡിപ്പെൻഡന്റ് വിൽ ബി വീക്ക് എൻറ്റിറ്റി ടൈപ്പ് ആൻഡ് എംപ്ലോയി വിൽ ബി ഐഡന്റിഫൈങ് എൻറ്റിറ്റി ടൈപ്പ് ഫോർ ഡിപ്പെൻഡന്റ്, വിച്ച് മീൻസ് സ്ട്രോങ് എൻറ്റിറ്റി. അപ്പൊ എംപ്ലോയി എന്ന് പറയുന്നതായിരിക്കും സ്ട്രോങ് എൻറ്റിറ്റി. എംപ്ലോയി ഉണ്ടെങ്കിൽ ആർക്കും അവിടെ നിലനിൽപ്പുള്ളൂ, ഡിപ്പെൻഡന്റിന് അവിടെ നിലനിൽപ്പുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് അയാൾ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നിലനിൽപ്പില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയായിരിക്കും നമ്മൾ എന്തെന്ന് പറഞ്ഞു? വീക്ക് എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആരെയാണോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനെ നമ്മൾ സ്ട്രോങ് എൻറ്റിറ്റി എന്നുമായിരിക്കും പറയുന്നത്. അപ്പൊ അതിന്റെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന റിലേഷൻഷിപ്പ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി എന്താണ്? ആട്രിബ്യൂട്ട് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിഫൈൻ ദി എൻറ്റിറ്റി ടൈപ്പ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റിന്റെ എന്താ അതിന്റെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. സ്റ്റുഡന്റിനെ തന്നെ നമ്മൾ അതിന്റെ ID എന്നും അല്ലെ അയാളുടെ റോൾ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെന്താണ്? പ്രോപ്പർട്ടി ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട് റോൾ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, അഡ്രസ് ആൻഡ് മൊബൈൽ നമ്പർ ഒക്കെ ആരുടെ ആട്രിബ്യൂട്ട് ആയിരിക്കും? സ്റ്റുഡന്റിന്റെ ആട്രിബ്യൂട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഡോബൽ സിമ്പിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്, കീ ആട്രിബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പൊ അതിലേക്കൊന്നും നമുക്ക് ഇപ്പൊ പോകണ്ട, കാരണം നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള. അപ്പൊ അതിനെപ്പറ്റി ഒന്നും ഞാനിപ്പം പറയുന്നില്ല. പിന്നെ നമുക്ക് ആ റിലേഷൻഷിപ്പും കൂടി ഒന്ന് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിന് ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് എലമെന്റ്സും ഇതുണ്ടോ
ഇത്രേ ഇവിടെ പറയുന്നുള്ളൂ. ഈ റിലേഷൻഷിപ്പ് സെറ്റും. അപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു, സ്റ്റുഡന്റ് എന്നിട്ട് എന്താണ് എൻറോൾഡ് ഇൻ കോഴ്സ്. അപ്പൊ എന്താണ് ആ രണ്ട് ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ രണ്ട് എൻറ്റിറ്റീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എൻറ്റിറ്റികൾ തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ് വരുന്നത് അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് റിലേഷൻഷിപ്പ് ടൈപ്പ് റെപ്രസെന്റ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ എൻറ്റിറ്റി ടൈപ്പ്. അപ്പൊ എന്തായിരിക്കും റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റിറ്റികൾ തമ്മിലുള്ള അസോസിയേഷൻ. ഫോർ എക്സാമ്പിൾ എൻറോൾഡ് ഇൻ ഈസ് എ റിലേഷൻഷിപ്പ് ടൈപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എൻറ്റിറ്റി ടൈപ്പ് സ്റ്റുഡന്റ് ആൻഡ് കോഴ്സ്. അപ്പൊ എൻറോൾഡ് ഇൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ടൈപ്പ് ആണ്. അപ്പൊ അത് ആർക്ക് ഒക്കെ ഇടയിൽ വരുന്നതായിരിക്കും, സ്റ്റുഡന്റിന്റെയും കോഴ്സിന്റെയും ഇടയിൽ വരുന്ന ഒരു റിലേഷൻഷിപ്പ് ടൈപ്പിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, എൻറോൾഡ് ഇൻ എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഡയമണ്ട് എന്ന് പറയുന്നത്. ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്, ലൈൻസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഡയഗ്രം ദ റിലേഷൻഷിപ്പ് ടൈപ്പ് ഈസ് റെപ്രസെന്റ് ബൈ ഡയമണ്ട് ആൻഡ് കണക്ടിങ് ഇത് എൻറ്റിറ്റീസ് വിത്ത് ലൈൻ. കണ്ടോ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഒരു റിലേഷൻഷിപ്പിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് യൂനറി റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ബൈനറി റിലേഷൻഷിപ്പ് ഉണ്ട്, ടെർണറി റിലേഷൻഷിപ്പ് ഉണ്ട്, എൻഅറി റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അപ്പൊ യൂനറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എൻറ്റിറ്റി സെറ്റ് ആയിരിക്കും ഒരു റിലേഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ബൈനറി ആകുമ്പോഴേക്കും എന്തായിരിക്കും 2 എൻറ്റിറ്റീസ് വരും. ടെർണറി ആകുമ്പോഴേക്കും ആരൊക്കെ വരും, 3 എൻറ്റിറ്റീസ് ഉണ്ടായിരിക്കും. എൻഅറി ആകുമ്പോഴേക്കും എന്തായിരിക്കും, സെറ്റ് ഓഫ് എൻറ്റിറ്റീസ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കാർഡിനാലിറ്റി. അപ്പൊ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ആൻഡ് എൻറ്റിറ്റി ഓഫ് ആൻ എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ റിലേഷൻഷിപ്പ് സെറ്റ്. അതായത് ഒരു റിലേഷൻഷിപ്പ് സെറ്റിനകത്ത് എത്ര പ്രാവശ്യം ഒരു എൻറ്റിറ്റി അല്ലെ അത് വന്നിട്ടുണ്ട് എന്നുള്ളത് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർഡിനാലിറ്റി എന്ന്. അതായത് നമ്പർ ഓഫ് ടൈംസ് ആൻഡ് എൻറ്റിറ്റി ഓഫ് ആൻ എൻറ്റിറ്റി സെറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ റിലേഷൻഷിപ്പ് സെറ്റ് ഈസ് നോൺ ആസ് കാർഡിനാലിറ്റി. അപ്പൊ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 1 to 1 ഉണ്ട്, 1 to many, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ 1 to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം വരുന്നത്, അതായത് സർജൻ ഹെഡഡ് ബൈ HOD എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും, ഒരു ഡിപ്പാർട്ട്മെന്റ് എടുക്കുവാണെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒന്നിൽ കൂടുതൽ HODs ഉണ്ടായിരിക്കുമോ, ഒരൊറ്റ HOD അല്ല ഉണ്ടായിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പം അപ്പൊ അങ്ങനെ നോക്കുവാണ്, അതായത് നമ്മളൊരു കോളേജ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ കോളേജിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നുണ്ട്. അപ്പൊ കോളേജ് ഒന്നായിരിക്കും, അപ്പം നമുക്ക് അതിനെ എന്താന്ന് പറയാം, 1 to many എന്ന് പറയാം. അപ്പൊ അതേപോലെ നമ്മൾ റിലേഷൻഷിപ്പ് എടുക്കും, അതായത് ഓരോ ഓർഗനൈസേഷൻ അല്ലെ ഓരോ ഒബ്ജക്റ്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ള റിലേഷൻഷിപ്പുകൾ എന്താണോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർഡിനാലിറ്റി എന്നത്. അപ്പൊ 1 to 1 വരുമ്പോഴേക്ക് ഇവർ എക്സാമ്പിൾ തന്നിരിക്കുന്നത് സർജനും HOD ആ തന്നിരിക്കുന്നത്. അപ്പം സർജനും ഒന്നേ ഉണ്ടായിരിക്കത്തുള്ളൂ, HOD എന്ന് പറയുന്നതും ഒന്നേ ഉണ്ടായിരിക്കും. അതാണ് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് കൊടുത്തിരിക്കുന്നത്, ഹെഡഡ് ബൈ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 1 to 1 കാണിക്കാൻ വേണ്ടി കണ്ടോ, നമ്പറിംഗ് 1 to 1 ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 1 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ലൈനിൽ കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ വരുന്നത് എൻറ്റിറ്റി ഇൻ ഈച്ച് എൻറ്റിറ്റി സെറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഓഫ് ഓൺലി വൺസ് ഇത് റിലേഷൻഷിപ്പ്, ഇത് കാർഡിനാലിറ്റി ഈസ് 1 to 1. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്, എൻറ്റിറ്റി സെറ്റ് ഇൻ ഈച്ച് എൻറ്റിറ്റി സെറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഓൺലി വൺസ് ഇൻ ദി റിലേഷൻഷിപ്പ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു അസ്യൂം മെയിൽ ക്യാൻ മാരി 1 ഫീമെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ മാരി 1 മെയിൽ. അത് അവരൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ഇത് റിലേഷൻഷിപ്പ് വിൽ ബി 1 to 1 എന്നാണ് പറയുന്നത്. ഇനി 1 to many എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം വരുന്നത്, അതായത് നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നുണ്ട്, സർജൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒന്നേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ എന്തായിരിക്കും, അവിടെ ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ കോളേജിന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ കോളേജ് ഒന്നായിരിക്കും, പക്ഷെ എന്തായിരിക്കും അവിടെ മെനി
ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മെനി സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അതേമാതിരി തന്നെ അങ്ങനെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് വൺ ടു മെനി എന്ന് പറയുന്നത്. അതായത് വൺ ടു മെനി മാപ്പിംഗ് ആസ് വെൽ ആസ് വേർ each entity can be related to more than one entity and the total number of tables that can be used to this too. ഇപ്പൊ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ? സർജൻ ഡിപ്പാർട്ട്മെന്റ് ഒന്നാണ് വരുന്നത്, പിന്നെ റിലേഷൻഷിപ്പ് ഹാസ് ആണ്. ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് എത്രയുണ്ട്? മെനി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് വൺ ടു മെനി എന്ന് നമ്മൾ പറയുന്നത്. ഇനി മെനി ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം വരുന്നത്? മെനി ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് മൾട്ടിപ്പിൾ, ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന അവർ മൾട്ടിപ്പിൾ സർജറീസ് അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ ഡൺ ബൈ ആരായിരിക്കും? ഒരു സർജൻ ആയിരിക്കും ചെയ്യുന്നത്. അതായത് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റുകൾ അല്ലെ മൾട്ടിപ്പിൾ എന്താ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ പേഴ്സൺ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? വൺ ടു വൺ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? സ്റ്റുഡൻസ് കോളേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാം. അപ്പൊ അതെന്താണ്? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ സ്റ്റുഡൻസ് വേണം അപ്പിയർഡ് ബൈ എന്താ കോഴ്സ് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ കോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പം നമ്മൾ ഓരോ കോഴ്സുകൾ എടുക്കുമ്പോൾ സിംഗിൾ കോഴ്സുകളല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ അതായി പറഞ്ഞിരിക്കുന്ന വൺ ടു മെനി എന്ന് കേട്ടോ. വെൻ എൻറ്റിറ്റീസ് ഇൻ വൺ എൻറ്റിറ്റി സെറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഓഫ് only once in the relationship set and entity in other entity set can take part of more than once in the relationship set. Cardinality is 1 to 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് assume that student can take only one course but one course can take by many students. കണ്ടോ? അപ്പൊ അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? M2 1 അല്ലെ M2 1 എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി മെനി ടു മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എംപ്ലോയീസ് വർക്ക്ഡ് ഓൺ മൾട്ടിപ്പിൾ പ്രൊജക്ട് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും? മൾട്ടിപ്പിൾ എംപ്ലോയീസും മൾട്ടിപ്പിൾ പ്രൊജക്റ്റുകളും അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കാം? മെനി ടു മെനി എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ പറയാം. അതായത് വെൻ എൻറ്റിറ്റീസ് ഇൻ ഓൾ എൻറ്റിറ്റീസ് സെറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഓഫ് മോർ ദാൻ വൺസ് ഇൻ ദ റിലേഷൻഷിപ്പ് കാർഡിനാലിറ്റി ഈസ് മെനി ടു മെനി. ലെറ്റ് us assume that a student can take more than one course and one course can taken by many students. So the relationship will be many to many. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് എംപ്ലോയീസ് വർക്ക് സോൺ മൾട്ടിപ്പിൾ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മുടെ എന്ത് വരുന്നത്? കാർഡിനാലിറ്റീസ് നമുക്ക് വരുന്നത്. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. കാരണം നിങ്ങൾ ഈ റിലേഷൻഷിപ്പുകൾ നിങ്ങൾ കാണിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഇയാൾ ഡയഗ്രം വരയ്ക്കുമ്പോൾ അതിനകത്ത് റെപ്രസെന്റ് ചെയ്യേണ്ടതാണ് ഈ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ നെക്സ്റ്റ് എങ്ങനെയാണ് എൻറ്റിറ്റീസ് ഹൗ ടു ഡ്രോ ദ ER ഡയഗ്രം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ER ഡയഗ്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് അറിഞ്ഞിരിക്കണം? ഡേറ്റാബേസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഡേറ്റാബേസ് എങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കുന്നത്? ആദ്യം ഒരു ടേബിൾ നെയിം കൊടുത്തു സ്റ്റുഡന്റ്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് അനുസരിച്ച് അതിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തു. അപ്പൊ അതിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ഡ്രോ ചെയ്യുന്നത്? ER ഡയഗ്രം നമ്മൾ ഡ്രോ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എൻറ്റിറ്റി ഐഡന്റിഫൈ ചെയ്യുക. എൻറ്റിറ്റി ഐഡന്റിഫൈ ചെയ്താൽ അത് എവിടെ നമ്മൾ കൊടുക്കണം എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്? അതിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ അറിഞ്ഞു വെക്കുക. പിന്നെന്താണ്? ആട്രിബ്യൂട്ടുകൾ നമ്മൾ അറിഞ്ഞു വെക്കുക. പിന്നെന്താണ്? റിഡൻഡൻസി, അതായത് റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡേറ്റാസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ? ER ഡയഗ്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതിന് മുന്നേ എന്താണ് എൻറ്റിറ്റി, എന്താണ് റിലേഷൻഷിപ്പുകൾ, എന്താണ് കാർഡിനാലിറ്റി, ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, റിലേഷൻഷിപ്പ്. ഈ ഒരു 3 കാര്യമെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രം എങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എൻറ്റിറ്റി എന്താണെന്നുള്ളതും എന്താണ് ആട്രിബ്യൂട്ട് എന്നുള്ളതും പിന്നെ എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ളതും ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് മാതിരി ഇത് DBMSനകത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾ നോക്കി വെച്ചാണ്. കാരണം ഇത് ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും, മുൻപോട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റിനും ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് ഇതൊന്ന് നോക്കി വെച്ചാൽ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ടോപ്പിക്ക് വരുന്നത്. ഇതാണ് ER ഡയഗ്രം എന്ന് പറയുന്നത് കേട്ടോ. ER ഡയഗ്രത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ഞാനൊരു ഒരു വർക്ക് തന്നിരുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എന്തായിരുന്നു SRS പ്രിപ്പയർ ചെയ്യണം, DFT പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു ER ഡയഗ്രം
അതിനകത്ത് വരുന്ന കുറച്ച് ടേബിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതുണ്ട് ഡേറ്റ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഡയഗ്രത്തിന്റെ ടേബിൾ, നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ടേബിൾ വരുന്നുണ്ട്. അപ്പൊ ടേബിളിനകത്ത് ആദ്യത്തെ ടേബിൾ എന്ന് പറയുന്ന പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ആണ് നമുക്ക് ആദ്യം വരുന്നത്. ഇതുണ്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ ഉണ്ട്. അപ്പൊ പേഷ്യന്റ് ടേബിളിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? PID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? പേഷ്യന്റ് ID ആയിരിക്കും, പിന്നെ നെയിം ഉണ്ടായിരിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും, ജെൻഡർ ഉണ്ടായിരിക്കും, ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, ഇമെയിൽ ID, അഡ്രസ്സ്, മൊബൈൽ നമ്പർ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം നമ്മളൊരു നമ്മളൊരു ഡയഗ്രാം വരയ്ക്കുമ്പോഴേക്കും എങ്ങനെ വരയ്ക്കും നമ്മള്? ഡയഗ്രാം നിങ്ങൾ വേർഡിനകത്തല്ല വരയ്ക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു, വിസിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഞാൻ വെറുതെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വിസിയോ ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് വരയ്ക്കുന്നതെന്നൊന്നും ആരും ഓർത്ത് വെച്ചേക്കരുത്. വിസിയോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇത് വരയ്ക്കുന്നത്. DFD ഒക്കെ നമ്മൾ അതിനകത്താണ് വരയ്ക്കുന്നത്. നമ്മുടെ ടേബിളിന്റെ പേര് എന്തായിരുന്നു? എന്താന്നാ ഞാൻ പറഞ്ഞത്? നമ്മുടെ ടേബിൾ നെയിം പേഷ്യന്റ്. അപ്പം പേഷ്യന്റ് ആണ് നമ്മുടെ ടേബിൾ നെയിം വരുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ എന്തോ കൊടുക്കണ്ടേ? പേഷ്യന്റ് എന്ന് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മൾ റെക്ടാങ്കിളിനകത്ത് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻറ്റിറ്റി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ എന്താ നമുക്ക് വരുന്നത്? ആട്രിബ്യൂട്ട് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ആട്രിബ്യൂട്ട് നമുക്ക് വരുമ്പോഴേക്കും ആട്രിബ്യൂട്ട് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ നമ്മൾ ഓവൽ അല്ലെ എലിപ്സ് സിമ്പിൾ ആണ് നമ്മൾ കണ്ടു. ഇത് ഈ ഓവൽ സിമ്പിൾ ആണെന്ന് കണ്ടു. അപ്പം ആ സിമ്പിള് ഇനി നമുക്ക് അടുത്ത ഓവൽ സിമ്പിൾ നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഡ്രോ ചെയ്യാം. അപ്പൊ അതിനകത്ത് എന്താ? അതിനകത്ത് ആദ്യമേ വരുന്ന പേഷ്യന്റിന്റെ ID ആണ് അതിനകത്ത് ആദ്യമേ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? പേഷ്യന്റ് ID എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിനകത്ത്. PID എന്ന് നമ്മൾ കൊടുത്തു. അപ്പൊ ഇതേപോലെ എലിപ്സിനകത്ത് നമ്മൾ എന്ത് കൊടുക്കണം? ബാക്കി നമുക്ക് വരുന്ന എല്ലാം നമ്മൾ ഇങ്ങനെ എലിപ്സിനകത്ത് നമുക്ക് വേണ്ട എന്താ സിമ്പിളുകളെല്ലാം നമ്മൾ ഈ എലിപ്സിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്താണ്? ഇത് തമ്മിൽ നമ്മൾ ഒരു ലൈൻ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പം ഇവിടെ പേഷ്യന്റിനകത്ത് പേഷ്യന്റ് ഉണ്ട്, പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആട്രിബ്യൂട്ട് എൻറ്റിറ്റി ആണ്. PID എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ ഇത് തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പൊ PID മാത്രമല്ല, ഇതിനകത്ത് വേറെ എന്തൊക്കെ ആട്രിബ്യൂട്ടുകൾ കാണിച്ചിട്ടുണ്ട്? ഇതിനകത്ത് നെയിം വരുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജെൻഡർ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ എങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കണം? ഇപ്പൊ ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ PID മാത്രം ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത എന്താണ്? നെക്സ്റ്റ് സിമ്പിൾ എടുക്കുക. അതിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? അടുത്ത സിമ്പിൾ എടുത്തിട്ട് നമുക്ക് അവിടെ നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? നമ്മുടെ എൻറ്റിറ്റീനെ നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ എത്ര എണ്ണം വരുന്നോ അത്രയും നമ്മൾ ഇവിടെ കൊടുത്തിരിക്കണം. എന്ത് കൊടുത്തിരിക്കണം? ആട്രിബ്യൂട്ടുകൾ നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ. ഇതിനകത്ത് 9 എണ്ണം പറയുന്നുണ്ട്. ആ 9 എണ്ണവും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കണം. ഇതിനകത്ത് ഇത് തല തിരിഞ്ഞായിരിക്കുന്നു, അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് കാണിച്ചത്.
ഇതുണ്ടോ പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ട്, പേഷ്യന്റിനകത്ത് കണ്ടോ, പേഷ്യന്റിന്റെ ID ഉണ്ട്, നെയിം ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, ജെൻഡർ ഉണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്, അഡ്രസ് ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്, പിന്നെ CGHS പ്രൈവറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇമെയിൽ ID മൊബൈൽ നമ്പറിനകത്ത് ഡബിൾ എലിപ്സ് ആ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡബിൾ എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞായിരുന്നു, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐഡിയും അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ മൊബൈൽ നമ്പരും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളതിന്, അതായത് ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിട്ട് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡബിൾ എലിപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ടോ, പേഷ്യന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനകത്ത്, റെക്ടാങ്കിളിനകത്താണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പിന്നെന്താണ്, അതിന്റെ ചുറ്റും നമ്മൾ എന്ത് കൊടുത്തു, അതിന്റെ ആട്രിബ്യൂട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ നോക്കിക്ക്, ഇവിടെ ഒരു റിലേഷൻഷിപ്പ് കാണിച്ചിരിക്കുന്നുണ്ട്, പേഷ്യന്റ്. അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ, ഡയമണ്ടിനകത്ത് പേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. പേഷ്യന്റ് എന്തുവാ പേ ചെയ്യുന്നത്, ബില്ല്. അപ്പൊ ബില്ലിനകത്ത് കണ്ടോ, ബിൽ നമ്പർ, പിന്നെന്താണ്, PID, ഡേറ്റ്, ടൈം, എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ടോ. പിന്നെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ ബില്ല് എന്ന് പറയുന്നതിന്റെ നേരെ ബിൽ നമ്പർ, അതേപോലെ പേഷ്യന്റിനകത്ത് PID, അതിന്റെയൊക്കെ അടിയിൽ ഒരു അണ്ടർലൈൻ വന്നിട്ടുണ്ട്. അതായത് ഡയമണ്ട് നമ്മുടെ എലിപ്സ് സിമ്പലിനകത്ത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ID-യുടെ അടിയിൽ അണ്ടർലൈൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, അത് അവിടുത്തെ പ്രൈമറി കീ ആയിരിക്കും കേട്ടോ. പ്രൈമറി കീനെ നമ്മൾ എന്ത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, അണ്ടർലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബിൽ നമ്പരും PID ഒക്കെ എന്താണ്, ആ ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ബില്ല് എന്ന് പറയുന്നതിനകത്ത് കണ്ടോ, PID എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കൊടുത്തിരിക്കുന്നുണ്ടോ, PID. ആ PID എവിടെ കിടക്കുന്നതാണ്, പേഷ്യന്റ് എന്ന് പറയുന്നതിനകത്ത് കിടക്കുന്ന വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, PID എന്ന് പറയുന്നത്. അപ്പൊ ആ PID വീണ്ടും എവിടെ റിപ്പീറ്റ് ആയിട്ട് വന്നു, ബില്ലിനകത്ത് വന്നു. അപ്പൊ അത് അവിടുത്തെ എന്തായിരിക്കാം, ഫോറിൻ കീ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചണം. അതിനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ DBMSന്റെ ടെക്സ്റ്റ് നിങ്ങളൊന്ന് നോക്കണം എന്നുള്ളത് കേട്ടോ. അതായത് ഒരു ടേബിളിലെ പ്രൈമറി കീ എന്ന് പറയുന്ന മറ്റൊരു ടേബിളിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, ഫോറിൻ കീ ആയിരിക്കും. പിന്നെ ഇവിടെ പ്രൈമറി കീനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, അണ്ടർലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഇവരിവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ ഇതേമാതിരി ആയിരിക്കും നമ്മൾ എന്ത് വരയ്ക്കുന്നത്, നമ്മളൊരു ഡയഗ്രാം എന്ന് പറയുന്നത് ഡ്രോ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്താണേലും എന്തിന്റെയാണ്, ഒരു എംപ്ലോയിയുടെ ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി, മോഡലിംഗ് ഓഫ് എംപ്ലോയിയും ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ദ ഫോളോയിങ് ഈസ് ഈസ് മോഡലിംഗ് എംപ്ലോയി ആൻഡ് ഹിസ് ഓർ ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ദ ഡിപ്പാർട്ട്മെന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ആഫ്റ്റർ അപ്ലൈങ് ദ അബോവ് സ്റ്റെപ്സ് വി ഐഡന്റിഫൈ ടു മെയിൻ എൻറ്റിറ്റീസ്, എംപ്ലോയി ആൻഡ് ഡിപ്പാർട്ട്മെന്റ്, വിച്ച് റിലേറ്റഡ് ടു അസൈൻ ടു റിലേഷൻഷിപ്പ് ആയിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അപ്പം all main attribute of employees are identified and employee ID is the primary key attribute which is uniquely identify the employee table. അപ്പൊ ഡിപ്പാർട്ട്മെന്റിനകത്തും എംപ്ലോയിക്കകത്ത് വരുന്നുണ്ട് പ്രൈമറി കീസ് വരുന്നത്. അപ്പൊ എംപ്ലോയി ID എന്ന് പറയുന്നതായിരിക്കും എംപ്ലോയി ടേബിളിലെ പ്രൈമറി കീ. അപ്പൊ ഈ പ്രൈമറി കീ എന്തിനാ യൂസ് ചെയ്യുന്നത്, ഒരു ടേബിളിനെ യൂണിക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നതാണ് ഡിപ്പാർട്ട്മെന്റ് ID എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്നത് എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്ത് കണ്ടോ, എംപ്ലോയി ID, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, ഇമെയിൽ, അഡ്രസ്സ്. അപ്പൊ അഡ്രസ്സിന്റെ ചുറ്റും കണ്ടോ വന്നിരിക്കുന്നത് സിറ്റി, സ്റ്റേറ്റ്. അത് അഡ്രസ്സിനെ നമ്മൾ എന്തായിട്ട് വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ്, അസൈൻ ടു വരുന്നുണ്ട്, അസൈൻ ടു എംപ്ലോയി, അസൈൻ ടു എങ്ങോട്ടേക്കാണ്, ഡിപ്പാർട്ട്മെന്റിലേക്ക്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ID, ഫോൺ നമ്പർ, നെയിമും ആണ് അതിനകത്ത് വരുന്നത്.
ഇപ്പൊ നമ്മൾ കണ്ടില്ലേ എന്താ അഡ്രസ്സിനകത്ത് തന്നെ സിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് കേട്ടോ. അതായത് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആട്രിബ്യൂട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അഡ്രസ്സിനകത്ത് തന്നെ പല കാര്യങ്ങൾ വരുന്നുണ്ട്, ഡിറൈവ് ചെയ്ത് വരുന്നുണ്ട്. അതായത് അഡ്രസ്സ് അയാളുടെ ഹൗസ് നെയിം വരുന്നുണ്ട്, പിന്നെന്താണ് സിറ്റി വരുന്നുണ്ട്, സ്റ്റേറ്റ് വരുന്നുണ്ട്, പിൻ നമ്പർ വരുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കൊരു ഫീൽഡ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന്. അപ്പൊ അത് നിങ്ങളുടെ ഇതണ്ടിട്ട് ഇപ്പൊ ഈ എക്സാമ്പിളിനകത്ത് ഒരെണ്ണം കണ്ടോ, അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എലിപ്സിൽ നിന്ന് വീണ്ടും സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ് എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കും. അപ്പൊ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ബേസിക് ആയിട്ട് എന്തോ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രക്ചർ ചാർട്ട് എന്ന് നമ്മൾ പറയും. അപ്പൊ സ്ട്രക്ചർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SC എന്നായിരിക്കും അതിന്റെ ഷോർട്ട് ഫോം വരുന്നത്. ഡികമ്പോസ് ചെയ്ത ഹൈ ലെവൽ സിസ്റ്റം ഇൻറ്റു മൾട്ടിപ്പിൾ എക്സിക്യൂട്ടബിൾ ടാസ്ക്. ഇറ്റ് ഫോളോ ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ച് ആൻഡ് റെപ്രസെന്റ് മൊഡ്യൂൾ ഹയറാർക്കി ഇൻ ട്രീ സ്ട്രക്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും നമ്മൾ എന്താ കുറച്ച് ടാസ്കുകൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അതാണ് എന്തിനകത്ത് വരുന്നത്, നമ്മൾ ഈ സ്ട്രക്ചർ ചാർട്ടിനകത്ത് വരുന്നത് എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ട്രക്ചർ ചാർട്ട് തന്നിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് ദ ടോട്ടൽ ബിൽ ഫോർ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നുണ്ട്. അപ്പൊ എന്താ, നമ്മൾ ഓരോ പ്രോസസ്സിനെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സബ് ഫംഗ്ഷൻസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു മോഡൽ, ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രക്ചർ ചാർട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ അതിന്റെ എന്താ കുറെ കാര്യങ്ങൾ സബ് പോയിന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, സ്ട്രക്ചർ ചാർട്ട് ഡികമ്പോസ് ചെയ്ത ഹൈ ലെവൽ സിസ്റ്റം ഇൻറ്റു മൾട്ടിപ്പിൾ എക്സിക്യൂട്ടബിൾ ടാസ്ക്. ഇറ്റ് ഫോളോസ് ചെയ്ത ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ച്. അപ്പൊ എന്താ അപ്രോച്ച് അത് ഫോളോ ചെയ്യുന്നത്, ടോപ്പ് ഡൗൺ ഡിസൈൻ അപ്രോച്ച്. റെപ്രസെന്റ് ഇത് മൊഡ്യൂൾ ഹൈറാർക്കി ഇൻ ട്രീ സ്ട്രക്ചർ. കണ്ടോ, അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട എന്താണ്, ഒരു ട്രീ സ്ട്രക്ചർ അല്ലേ നമ്മൾ കണ്ടത്. അതായത് ഒരു ഹൈറാർക്കി മോഡലാണ് നമ്മൾ കണ്ടത്. സ്ട്രക്ചർ ചാർട്ട് എസെൻഷ്യലി ഡിസ്ക്രൈബ് ദ ലിസ്റ്റ് ഓഫ് ഫംഗ്ഷൻസ്, സബ് ഫംഗ്ഷൻസ് along with the relationship that continues a system along with the data and control flow. അപ്പം സ്ട്രക്ചർ ചാർട്ടിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ലിസ്റ്റ് ഓഫ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്, സബ് ഫംഗ്ഷൻസ്, അതിന്റെ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഡേറ്റയും ഡേറ്റ ഫ്ലോസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Structure chart is next step after DFT during design and implementation. As structure chart provide more detail than DFT. അപ്പൊ DFT-ക്കകത്ത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാറില്ല, അതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എവിടെ വരുന്നത്, സ്ട്രക്ചർ ചാർട്ടിനകത്ത് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ സ്ട്രക്ചർ ചാർട്ട് യൂസ് ദ ഇൻഫർമേഷൻ ഫ്രം ഡേറ്റ ഡിക്ഷണറി വിച്ച് ഈസ് ഡീറ്റെയിൽഡ് ഇൻ സബ്സിക്വന്റ് സെഷൻസ്. അത് നമ്മൾ ഡേറ്റ ഡിക്ഷണറി നെക്സ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഡേറ്റ ഡിക്ഷണറി യൂസ് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചർ ചാർട്ടിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ the structure serves the following purpose during design. Break the system into smaller and executable tasks. Depict the complexity and size of the system. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, എലമെന്റ്, ഒരു സ്ട്രക്ചർ ചാർട്ടിന്റെ മെയിൻ എലമെന്റ്സ്. അപ്പൊ ഇത് നമ്മൾ മസ്റ്റ് ആയിട്ട് പറഞ്ഞു വെക്കണം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇത് മെയിൻ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് സ്ട്രക്ചർ ചാർട്ട് ഗിവൺ ബിലോ അലോങ് വിത്ത് ദർ സിമ്പിൾസ്. അപ്പൊ നമ്മൾ ഇതുവരെയും കണ്ടിട്ടുള്ളത്, അതായത് SRS-നകത്ത് മാത്രമാണ് എന്തില്ല, ഈ സിമ്പിളും കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല, അത് ഡോക്യുമെന്റ് ആണ്. ബാക്കി നമ്മൾ DFT കണ്ടു, പിന്നെന്താണ് ER കണ്ടു, ഇപ്പൊ നമ്മൾ സ്ട്രക്ചർ ചാർട്ട് കണ്ടു. ഇതിനകത്തെല്ലാം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ സ്ഥലത്തും ഓരോ സിമ്പിൾസിനും എന്തായിരിക്കും, അത് പല പർപ്പസിനായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊരിക്കലും മാറിപ്പോകരുത്, എല്ലാം ഓർത്ത് വെച്ചണം. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വരുന്ന എന്താണ്, മൊഡ്യൂള്. അപ്പൊ ആ മൊഡ്യൂള് കാണിച്ചിരിക്കുന്നുണ്ട് എന്ത് സിമ്പിൾ ആണെന്നുള്ളത്. അതായത് മൊഡ്യൂൾ ഡിപിക്ട് ദ ഫംഗ്ഷൻ ഓർ എ സബ് ഫംഗ്ഷൻ ആൻഡ് ഈസ് റെപ്രസെന്റഡ് ബൈ റെക്ടാംഗിൾ. ഇപ്പൊ സ്ട്രക്ചർ ചാർട്ടിനകത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് അത് എന്തിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്, ഫംഗ്ഷൻ അല്ലെ സബ് ഫംഗ്ഷനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, റെക്ടാംഗിൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. If a function invoke multiple sub functions, then the main module branches into submodules. It is basically unit of execution which accepts input parameters and produce output parameters. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ആ ഫംഗ്ഷൻസിനകത്ത് തന്നെ മൾട്ടിപ്പിൾ ഫംഗ്ഷനുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ മെയിൻ ഫംഗ്ഷൻ നമ്മൾ പല സബ് ഫംഗ്ഷനുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ റെക്ടാംഗിൾ, ഈ മൊഡ്യൂൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർ കാണിച്ചിട്ടുണ്ട് മെയിൻ മൊഡ്യൂൾ, സബ് മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ.
ഇനി കണക്ഷൻ എന്നാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡ് വിച്ച് മൊഡ്യൂൾ ഈസ് ടു ബി ഇൻവോക്ഡ് ബേസ്ഡ് ഓൺ ദി കണ്ടീഷൻ. നെക്സ്റ്റ് സോറി, കണക്ഷൻ എന്നല്ല, കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസൈഡ് വിച്ച് മൊഡ്യൂൾ ഈസ് ടു ബി ഇൻവോക്ഡ് ബേസ്ഡ് ഓൺ ദി കണ്ടീഷൻ അല്ലെ. അതായത് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? എന്തിന്റെ ബേസ് ചെയ്ത്? കണ്ടീഷന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് ഉണ്ടാകുന്നത്. അപ്പൊ ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ എപ്പോഴും എന്തിനകത്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഡയമണ്ട് സിംബലിനകത്തായിരിക്കും നമ്മൾ അതിനെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടീഷണൽ ഇൻവൊക്കേഷൻ ഓഫ് സബ് മൊഡ്യൂൾ ഈസ് ഡിനോട്ടഡ് ബൈ ഡയമണ്ട് ഇൻ ദി മെയിൻ മൊഡ്യൂൾ. ഇനി ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫംഗ്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴേക്കും എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ റെപ്പിറ്റീഷൻ ഒക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തോ സൂചിപ്പിക്കുന്നത്? ലൂപ്പ് ആയിരിക്കും സൂചിപ്പിക്കുന്നത്. അപ്പൊ ലൂപ്പ് ഇൻഡിക്കേറ്റ് ദ റിപ്പിറ്റീഷൻ ഓഫ് വൺ ഓർ മോർ മൊഡ്യൂൾസ് ആൻഡ് ഈസ് ഡിപിക്റ്റഡ് ബൈ കർവ്ഡ് ആരോ. ഇതുണ്ടോ? മെയിൻ മൊഡ്യൂൾ ഇവിടെ റെപ്പിറ്റേഷൻ വരുക. അതായത് എക്സിക്യൂഷൻ ഓഫ് സബ് മൊഡ്യൂൾസ് വിതിൻ ദ ലൂപ്പ് ഡിനോട്ടഡ് ബൈ ഫോളോസ്. അതായത് സബ് മൊഡ്യൂൾസിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നത്? കർവ്ഡ് ആരോ ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതാണ് ലൂപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന കാര്യമാണ് ഡേറ്റ കപ്പിൾ എന്ന് നമ്മൾ പറയും. അപ്പൊ ഡേറ്റ കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is shown an arrow with empty circle and it denote data that is flown from one module to another. The flow of information has a direction. അപ്പൊ ഡേറ്റ കപ്പിൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? empty circle with ആരോ ആയിരിക്കും വരുന്നത്. അത് എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു മൊഡ്യൂളിൽ നിന്ന് മറ്റൊരു മൊഡ്യൂളിലേക്കുള്ള ഡേറ്റ ഫ്ലോയെ ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫിൽഡ് സർക്കിൾ വിത്ത് ആരോ ആയിരിക്കും വരുന്നത്. അത് എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? ഡിനോട്ട് ദ ഫംഗ്ഷൻ കോൾ ഫ്രം വൺ മൊഡ്യൂൾ ടു അനദർ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഡേറ്റ കപ്പിളും കൺട്രോൾ ഫ്ലോയും. ഡേറ്റ കപ്പിൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എംപ്റ്റി സർക്കിൾ വിത്ത് ആരോ ആയിരിക്കും. അത് ഡേറ്റ ഫ്ലോയെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഒരു മൊഡ്യൂളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നത്. കൺട്രോൾ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഷോ ചെയ്യുന്ന? എന്തിനായിരിക്കും? ഫിൽഡ് സർക്കിൾ വിത്ത് ആരോ ആയിരിക്കും. അത് എന്തിനായിരിക്കും? ഫംഗ്ഷൻ കോൾ ഫ്രം വൺ മൊഡ്യൂൾ ടു അനദർ ആയിരിക്കും വരുന്നത്. ഇതുകൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2. അപ്പൊ കൺട്രോൾ ഫ്ലോയും ഉണ്ട്, ഡേറ്റ ഫ്ലോയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കൺട്രോൾ ഫ്ലോ എന്താണെന്നും ഡേറ്റ ഫ്ലോ എന്താണെന്നും ഓർത്ത് വെക്കുക. കൺട്രോൾ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽഡ് സർക്കിൾ ആയിരിക്കും, അത് എന്ത് ഫംഗ്ഷൻ കോൾ ആയിരിക്കും. ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഫ്ലോയും ആയിരിക്കും സൂചിപ്പിക്കുന്നത്. കണ്ടോ? ഫിൽഡ് സർക്കിളും എംപ്റ്റി സർക്കിളും തന്നിരിക്കുന്നതുണ്ടോ? ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ഡിവൈസ് സച്ച് ആസ് പെരിഫറൽ ഡിവൈസ് ആൻഡ് എക്സ്റ്റേണൽ ഇന്റർഫേസസ് ആർ ഡിനോട്ടഡ് ബൈ ഇന്റർഫേസ്. നമ്മൾ പെരിഫറൽ ഡിവൈസ് അല്ല എക്സ്റ്റേണൽ ഇന്റർഫേസുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാരലോഗ്രാം എന്ന് പറഞ്ഞ സിമ്പിൾ, അതാണ് ഇന്റർഫേസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കണക്ഷൻസ് ടു എക്സ്റ്റേണൽ സിസ്റ്റംസ്. നമുക്ക് എന്തെങ്കിലും എക്സ്റ്റേണൽ കണക്ഷൻസ് ഒക്കെ നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കണക്ഷൻ സിമ്പിൾ. അതും എന്താണ്? ഒരു സർക്കിൾ വിത്ത് കണ്ട ഒരു ലൈൻ വന്നിരിക്കുന്നത്, അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പ്രോസസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എ സ്ട്രക്ചർ ചാർട്ട്. ലെറ്റ് us construct a structure chart for calculating the hotel bill for a customer. This high level function is decomposed into 4 sections. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു, നമുക്കൊരു കാര്യം തരുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? സബ് ഫംഗ്ഷൻസ് അല്ലെ സബ് മൊഡ്യൂളുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സബ് ടാസ്കുകൾ ആക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഒരു ഹോട്ടൽ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ആരുടെ? കസ്റ്റമറിന്റെ. അപ്പൊ അതിനകത്ത് വരുന്ന സബ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? അത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെക്കുക. എന്തൊക്കെയാണ്? കാൽക്കുലേറ്റ് ദ ടോട്ടൽ ഓർഡർ എമൗണ്ട് വരുന്നുണ്ട്, കാൽക്കുലേറ്റ് ദ വാല്യൂ ആഡഡ് ടാക്സ് വരുന്നുണ്ട്, കാൽക്കുലേറ്റ് ദ സർവീസ് ചാർജ് വരുന്നുണ്ട്, കാൽക്കുലേറ്റ് എനി ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ ഫോർ ദി കസ്റ്റമർ. അപ്പൊ അങ്ങനെ നമ്മൾ സബ് ഫംഗ്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടുവച്ചു. എന്നിട്ടാണ് നമ്മൾ എന്തിലേക്ക് എത്തുന്നത്? ഈ സ്ട്രക്ചർ ചാർട്ട് ഡ്രോയിലേക്ക് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? കാൽക്കുലേറ്റ് ടോട്ടൽ ബിൽ ഫോർ കസ്റ്റമർ ആണ് വരുന്നത്. അപ്പൊ കാൽക്കുലേറ്റ് ടോട്ടൽ ബിൽ ഫോർ കസ്റ്റമർക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്? അതിനെ നമ്മൾ എത്രയായിട്ടാണ്? 4 നമ്മൾ സബ് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് വരുന്ന എന്താണ്? കാൽക്കുലേറ്റ് ടോട്ടൽ എമൗണ്ട് ഫോർ ഓർഡർ. അപ്പൊ അവിടെ നിന്ന് വന്നിരിക്കുന്ന ഡേറ്റ എന്താണ്? ഓർഡർ ഐറ്റം, അതായത് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റത്തിന്റെ അല്ല എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതാണ് വന്നിരിക്കുന്ന ഡേറ്റ ഫ്ലോ ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ? ഓർഡർ ഐറ്റം. അത് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ആഡഡ് വാല്യൂ ആഡഡ് ടാക്സ് ആണ്. അവിടെ എന്താണ് വന്നിരിക്കുന്നത്? ടോട്ടൽ ഓർഡർ എമൗണ്ട്. പിന്നെന്താണ്? ടോട്ടൽ വാറ്റ് ഉണ്ട്.
പിന്നെന്താ വന്നിരിക്കുന്നത്, കാൽക്കുലേറ്റ് സർവീസ് ചാർജ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് എന്താ പോകുന്നത്, കാൽക്കുലേറ്റ് ടോട്ടൽ ബില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ അവിടുന്ന് ഇരിക്കുന്നത്, ടോട്ടൽ സർവീസ് ചാർജ്. പിന്നെന്താണ് കാൽക്കുലേറ്റ് ബിൽ ഫോർ ദി കസ്റ്റമർ എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലായിരിക്കും, കസ്റ്റമർ ഐ ഡിയുടെ ബേസിൽ. അതായത് ഓരോ കസ്റ്റമർക്കും ആയിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് വരുന്നത്. അപ്പൊ എന്തിന്റെ ബേസിലായിരിക്കും, ആ കസ്റ്റമറുടെ ഐ ഡിയുടെ ബേസിലായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. അപ്പൊ ആ ഡിസ്കൗണ്ട് എമൗണ്ട് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, നമ്മുടെ കാൽക്കുലേറ്റ് ടോട്ടൽ ബിൽ ഫോർ കസ്റ്റമറിലേക്ക് പോകുന്നുണ്ട്. കണ്ടോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സിമ്പല്, അതായത് ഓർഡർ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ആരാ ഓർഡർ ചെയ്യുന്നത്, നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അത് എങ്ങോട്ടേക്ക് വരുന്നു, കാൽക്കുലേറ്റ് ടോട്ടൽ ബിൽ എമൗണ്ടിൽ നിന്ന് കാൽക്കുലേറ്റ് ടോട്ടൽ എമൗണ്ട് ഫോർ ഓർഡറിലേക്ക് വരുന്നു. പിന്നെ ബാക്കിയെല്ലാം എന്താണ്, ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു, കാൽക്കുലേറ്റ് ടോട്ടൽ ഫോർ ബിൽ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു സ്ട്രക്ചർ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് ഓരോ ഫംഗ്ഷൻസിനെ അതിനകത്ത് എന്തു നടക്കുന്നു എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ത് എന്ന് പറയുന്നത്, സ്ട്രക്ചർ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് SRS ആണ്. അപ്പൊ SRS നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് മുന്നത്തെ ക്ലാസ്സിൽ. SRS എന്താണെന്നുള്ളതും അതിന്റെ നീഡ്സ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അപ്പൊ അതൊക്കെ നിങ്ങൾ അവിടെ നോക്കിയാൽ മതി, ഞാനത് വീഡിയോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് ഡേറ്റ ഡിക്ഷണറീസ് ആണ് വരുന്നത്. എന്താ ഡേറ്റ ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, data dictionary is the repository of information about data items such as origin of data, data structure, data usage and metadata, other metadata information related to data elements. But data dictionary എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു റിപ്പോസിറ്ററി ആയിരിക്കും. അതിനകത്ത് എന്തായിരിക്കും വരുന്നത്, ഇൻഫർമേഷൻ അബൌട്ട് ദി ഡേറ്റ ആയിരിക്കും വരുന്നത്. അത് എവിടെ നിന്നായിരിക്കും വന്നത്, അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും, അതിന്റെ യൂസ് എന്തായിരിക്കും, അങ്ങനെയുള്ള ഒരു ഡേറ്റാനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും എവിടെ ഉണ്ടായിരിക്കും, ഡേറ്റ ഡിക്ഷണറിക്കകത്ത് ഉണ്ടായിരിക്കും. It is used as the system of record for structure chart and other references. അപ്പൊ ഈ ഒരു ഡേറ്റ ഡിക്ഷണറിനെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചർ ചാർട്ടിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ഡേറ്റ ഡിക്ഷണറീസ് ഹെൽപ് ടു ഓർഗനൈസ് ആൻഡ് ഡോക്യുമെന്റ് ഇത് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഡേറ്റ ഫ്ലോ, ഡേറ്റ പ്രോസസ് ആൻഡ് ഡേറ്റ എലമെന്റ്സ് ഇൻ സ്ട്രക്ചർഡ് ഫാഷൻ. Usually data dictionaries are created in parallel with DFD in top down fashion. അപ്പൊ അത് ആരുടെ കൂടെ, നമ്മൾ DFDയുടെ കൂടെ തന്നെ ആയിരിക്കും നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെ ഡിസൈൻ ചെയ്യുന്ന. എന്ത് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ്, പ്രൊവൈഡ് എ ഹൈലി സ്ട്രക്ചർഡ് ഡെഫിനിഷൻ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ഡേറ്റ എലമെന്റ്സ് ഉണ്ട്, ഐഡന്റിഫൈ ഓൾ അലിയാസസ് ആൻഡ് റെഡ്യൂസ് duplicate within the data elements ഉണ്ട്, help developing logic for process ഉണ്ട്, help in construction and validation of DFD and structure chart, help in development of a report. ഇനി അതിന്റെ എലമെന്റ്സ് പറയുന്നുണ്ട്. ഇപ്പൊ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു ഡേറ്റ ഡിക്ഷണറിയുടെ എലമെന്റ്സ് അല്ലെ കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാ വരുന്നത്, ഡേറ്റ എലമെന്റിൽ ഐറ്റം വരും, ഐറ്റം ഡീറ്റെയിൽസ് വരും, പിന്നെ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് ഡെഫിനിഷൻസ് വരും, ഡേറ്റ പ്രോസസ് വരും, ഡേറ്റ സ്റ്റോർ വരും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നുണ്ട്, അതായത് ഈ സാധനം എന്താണ്, നമ്മളിപ്പോ ഒരു ടേബിൾ കണ്ട ഓർക്കുന്നുണ്ടോ, ഞാൻ ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഡേറ്റാബേസിനെ പറ്റി പറഞ്ഞത് കണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു. ഈ കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡേറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത്. ഈ ഡേറ്റ ഡിസൈൻ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് വരുന്നത്, ഡേറ്റ ഡിക്ഷണറി എന്ന്. അപ്പൊ അതിനകത്ത് കോളം നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫീൽഡ് നെയിം, അത് എന്ത് ടൈപ്പ് ഡേറ്റ ആണെന്നുള്ളത്, അത് അതിന്റെ കൺസ്ട്രെയിൻസ്, അതിന്റെ ഡിസ്ക്രിപ്ഷന്, അതാണ് വരുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇതുകൊണ്ട് ഇവിടെയും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, അതിന് എന്തൊക്കെ വരുന്നുണ്ട്, യൂണിക് ഐ ഡി വരുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും, അതിനെ യൂണിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, യൂണിക് ഐ ഡി യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് അവരോട് പറയുന്നുണ്ട്. കണ്ടോ, എക്സാമ്പിൾ സ്റ്റുഡന്റ് ഐ ഡി ആയിരിക്കും വരുന്നത്. നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കും, നെയിം ഓഫ് ദി ഡേറ്റ എലമെന്റ്. അപ്പൊ എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്ന സ്റ്റുഡന്റ് ഫസ്റ്റ് നെയിം. അലിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് ഓൾ നോൺ അലിയാസസ് ബൈ ദിസ് ഡേറ്റ എലമെന്റ് ഈസ് റെഫറൻസ്ഡ് ഓർ ഐഡന്റിഫൈഡ്. അപ്പം എ സ്റ്റുഡന്റ് ഡേറ്റ എലമെന്റ് മേ ബി റെഫറൻസ്ഡ് ബൈ ദിസ് അലിയാസ്. ഇപ്പൊ പീപ്പിൾ, പ്രോഗ്രാം മെമ്പർ, കോളേജ് സ്റ്റുഡന്റ്, അങ്ങനെ എന്തിലാണോ അവർ അറിയപ്പെടുന്നത് ആ ഒരു പേര്, അവരറിയപ്പെടുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, അതർ നെയിമിനാണ് നമ്മൾ അലിയാസ് എന്ന് പറയുന്നത്. ഇനി ഡിഫോൾട്ട് വാല്യൂ. അപ്പൊ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ സ്റ്റോർഡ് ഇഫ് നോ വാല്യൂ സ്പെസിഫൈഡ്, അങ്ങനെ നമ്മൾ കൊടുക്കുവാണ്. അതായത് ഒരു വാല്യൂ നമുക്ക് സ്പെസിഫൈ ചെയ്യാനില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വരുവാണെന്നുണ്ട് ഇതുണ്ട്, വാല്യൂ ഇന്ത്യൻ ഉണ്ടല്ലോ, സിറ്റിസൺഷിപ്പ്, അങ്ങനെയൊക്കെ വരുന്നത്. ഇനി ലെങ്ത്, അതായത് നമുക്ക് എത്ര എമൗണ്ട് ഡേറ്റ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാം എന്നുള്ളത്. പിന്നെ ഡേറ്റാനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിന്റെ ടൈപ്പ് ഉണ്ട്, അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോർമാറ്റ്, കമന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്, ഒരു ഡേറ്റ ഡിക്ഷണറിക്കകത്ത് വരുന്നത്. അപ്പം
എന്തേ ഉള്ളൂ, നിങ്ങളുടെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചില്ലായിരുന്നോ? ഡേറ്റാബേസ്, അതിനെ തന്നെയാണ് എന്തെന്ന് നമ്മൾ പറയുന്നത്, ഡേറ്റാ ഡിക്ഷണറി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് എന്ത് ഓർത്ത് വെച്ചാൽ മതി, ഒരു ഡേറ്റാബേസ് ഓർത്ത് വെച്ചാൽ. ഇപ്പൊ ഡേറ്റാബേസിനകത്ത് യൂണിക് ഐ ഡി വരുന്നുണ്ട്, നെയിം വരുന്നുണ്ട്, അലിയാസ് വരുന്നുണ്ട്, ഡിഫോൾട്ട് വാല്യൂസ് വരുന്നുണ്ട്, ലെങ്ത് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഡേറ്റ ടൈപ്പ് ഉണ്ട്, എല്ലാം അതിനകത്ത് വരുന്നില്ല. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഡേറ്റാ ഡിക്ഷണറി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഡേറ്റ സ്റ്റോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് സ്പെസിഫൈ ദ സ്റ്റോറേജ് ഫോർമാറ്റ് ഓഫ് ഡേറ്റ എലമെന്റ് സച്ച് ആസ് ഫ്ലാറ്റ് ഫയൽ ഓർ ഡേറ്റാബേസ് റെക്കോർഡ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് the volume of data stored and frequency of data storage. If the data storage is file system, then details such as file name, file path, file restrictions, etc. will be mentioned. In the case database storage, data dictionary provide information related to table, schema name, etc. എന്താണ് നമ്മുടെ ഡേറ്റ സ്റ്റോറേജ് ഡീറ്റെയിൽസ് ആണ് എന്തിനകത്ത് വരുന്നത്, ഡേറ്റ ഡിക്ഷണറിക്കകത്ത്. അതായത് നമ്മളൊരു ഫയൽ സിസ്റ്റത്തിനകത്ത് ഫയൽ സ്റ്റോർ ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ, അതേപോലെ ഒരു ഡേറ്റാബേസിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾക്കകത്ത് ഉൾപ്പെടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്, ഈ ഡേറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡേറ്റ പ്രോസസ് ഡീറ്റെയിൽസ്. ഡേറ്റ ഡിക്ഷണറി കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഡേറ്റ പ്രോസസ് സച്ച് ആസ്, എന്തൊക്കെയാ വരുന്നത് ഡേറ്റ ഡിക്ഷണറിക്കകത്ത്, പ്രോസസ് നെയിം, പ്രോസസ് ഇൻപുട്ട്, പ്രോസസ് ഔട്ട്പുട്ട്, ടൈപ്പ് ഓഫ് പ്രോസസ്, ലോജിക് എക്സിക്യൂട്ടഡ് ഇൻ ദിസ് പ്രോസസ്. ഇനി പറഞ്ഞിരിക്കുന്ന ഡേറ്റ സ്ട്രക്ചർ ആൻഡ് ഡെഫിനിഷൻ. കോംപ്ലക്സ് ഡേറ്റ എലമെന്റ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ഫോളോയിങ് സിംബൽസ്, കമ്പോസ്ഡ്, ഡിനോട്ടഡ് ബൈ, ഈക്വൽസ്, പിന്നെ ആൻഡ്, അങ്ങനെ. അതായത് നമ്മൾ ഈ ഡേറ്റ സ്ട്രക്ചറിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സിംബലുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കമ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഈക്വൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡിനെ ഡിനോട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, പ്ലസ് സിംബൽ യൂസ് ചെയ്യും. ഓർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഡിവൈഡ് എന്ന് പറയുന്ന സിംബൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷണൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഫംഗ്ഷൻ ബ്രാക്കറ്റ്. റെപ്പിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ആംഗിൾ ബ്രാക്കറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുണ്ട് ഇവിടെ ബുക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ബുക്ക് റെക്കോർഡ് കമ്പോസ്ഡ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് കേട്ടോ. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, കമ്പോസ്ഡ് ഐ ഡി, പ്ലസ് എന്ന് പറയുന്ന എന്തിനു വേണ്ടിയിട്ടാന്നാ പറഞ്ഞത്, ആൻഡ് എന്നാണ്, അതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരിക്കും അത് നമ്മൾ റീഡ് ചെയ്യുന്നത്, ബുക്ക് റെക്കോർഡ് കമ്പോസ്ഡ് ബുക്ക് ഐ ഡി ആൻഡ് ബുക്ക് നെയിം ആൻഡ് ഓതർ നെയിം ആൻഡ് പബ്ലിഷർ നെയിം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രാക്കറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞ, ഓപ്ഷണൽ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, പബ്ലിക്കേഷൻ ഡേറ്റ് നമുക്ക് കൊടുക്കാം. അപ്പൊ ഈ ഒരു രീതിക്കായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മളൊരു ഡേറ്റ ഡിക്ഷണറി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്, അതിന്റെ സിംബൽസ്. അപ്പം കമ്പോസ്റ്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ സൂചിപ്പിക്കുന്ന സിംബൽ ആണ് ഈക്വൽസ്, ആൻഡിന് പകരം പ്ലസ് സൂചിപ്പിക്കുന്നു, ഡിനോട്ടഡ്, ഓറിന് പകരം നമ്മൾ ഡിവൈഡ് ബൈ ന്റെ സിംബൽ യൂസ് ചെയ്യുന്നു. ഓപ്ഷണൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. റെപ്പിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കർലി ബ്രേസസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുണ്ട് ഒരു ബുക്ക് റെക്കോർഡിന്റെ ഇവർ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത്. അപ്പൊ സെക്കൻഡ് യൂണിറ്റിനകത്ത് നമ്മൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഒന്നെന്ന് പറയുന്നത് നമ്മുടെ DFT വരയ്ക്കാനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെന്തായിരുന്നു, ER ഡയഗ്രാം നമ്മൾ കണ്ടു, പിന്നെ നമ്മൾ സ്ട്രക്ചർ ചാർട്ട് നമ്മൾ കണ്ടു, പിന്നെ നമ്മൾ എന്താ കണ്ടത്, ലാസ്റ്റ് ഡേറ്റ ഡിക്ഷണറി. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ലാസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗിനകത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഇതേപോലെ തന്നെ കുറച്ച് ഡയഗ്രാംസ് തന്നെയാണ്. അതിനകത്ത് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് UML ഡയഗ്രാംസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള UML ഡയഗ്രാം അതേപോലെ തന്നെ ക്ലാസ് ഡയഗ്രാം ആണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇവര് ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവർ ആദ്യമേ എന്താണ് മോഡലിംഗ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ.
മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു വിഷ്വലൈസ്ഡ് സിസ്റ്റം, അതായത് നമ്മൾ വരയ്ക്കുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മോഡലിംഗിന്റെ ഒരു പ്രിൻസിപ്പിൾ ഒക്കെ അവിടെ പറയുന്നുണ്ട്. The use of modeling has wealthy history in all engineering disciplines. Four basic principles of modeling are following എന്ന് പറഞ്ഞിട്ട് കണ്ടോ? The choice of what models to create it has to profound influence on how a problem is approached and how a solution is prepared. Every model may be expressed at different levels of precision. The same model has scaled up or down to different granularities. The best models that are relevant to reality are made. They are simplified without hiding the important information. No single model is sufficient. Every non-trivial system is best approached throughout a small set of nearly independent models. ആദ്യമേ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് UML എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് UML. അപ്പൊ the purpose of UML is to visualize, specify, construct and document ഒബ്ജക്ട് ഓറിയന്റഡ് സിസ്റ്റം. അപ്പൊ എന്താന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് സിസ്റ്റത്തിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൂളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? UML അല്ലെ യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ മുന്നേ കണ്ടതുപോലെ DFT പിന്നെന്തായിരുന്നു ഒക്കെ കണ്ടില്ല. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഡയഗ്രാം, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? UML എന്ന് പറയുന്നത് കേട്ടോ. It is very expressive language that address all the views needed to develop and then deploy the system. UML is used to process that use case driven, architecture centric, iterative in nature and increment. So UML എങ്ങനായിരിക്കും? യൂസ് കേസ് ഡ്രിവൺ ആയിരിക്കും, ആർക്കിടെക്ചർ സെൻട്രിക് ആയിരിക്കും, അത് ഐട്രേറ്റീവ് ആയിരിക്കും. അതൊക്കെയാണ് അതിന്റെ എന്ത് വരുന്ന ഫീച്ചേഴ്സ് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിന്റെ UML ഡയഗ്രത്തിനകത്ത് UMLനകത്ത് തന്നെ നമ്മൾ പല ഡയഗ്രാംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡയഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് UML എന്ന് പറയുന്ന ഒരു യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ആണ്. അതിനകത്ത് ഒരു ഡയഗ്രാം അല്ല വരുന്നത്, ഡിഫറെന്റ് ഡയഗ്രാംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന ഡയഗ്രാംസ്, അതായത് UMLനകത്ത് വരുന്ന ലാംഗ്വേജുകൾ എല്ലാ ഡയഗ്രാംസ് ആണ്. ക്ലാസ് ഡയഗ്രാം വരുന്നുണ്ട്, അതെന്തായിരിക്കും? ഡിസൈൻ വ്യൂ ആയിരിക്കും വരുന്നത്. പിന്നെ എന്താണ്? യൂസ് കേസ് ഡയഗ്രാം വരുന്നുണ്ട്, സീക്വൻസ് ഡയഗ്രാം വരുന്നുണ്ട്, കൊളാബറേഷൻ ഡയഗ്രാം ഉണ്ട്, ഡിപ്ലോയ്മെന്റ് ഉണ്ട്, ഒബ്ജക്ട് ഡയഗ്രാം ഉണ്ട്, സ്റ്റേറ്റ് ചാർട്ട് ഉണ്ട്, ആക്ടിവിറ്റി ഡയഗ്രാം ഉണ്ട്, കമ്പോണന്റ് ഡയഗ്രാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് യൂസ് കേസും അതേപോലെ തന്നെ ക്ലാസ് ഡയഗ്രാം മാത്രമാണ് നമുക്കിപ്പം നിലവിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ ആർക്കിടെക്ചർ ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന് നമ്മൾ എങ്ങനെ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആർക്കിടെക്ചർ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ യൂസ് കേസ് വ്യൂ, അതിനകത്ത് എന്തൊക്കെ ഒരു യൂസ് കേസ് വ്യൂവിനകത്ത് അതിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നത്? അതിന്റെ ഡിസൈൻ വ്യൂ വരുന്നുണ്ട്, ഇംപ്ലിമെന്റേഷൻ വ്യൂ വരുന്നുണ്ട്, ഡിപ്ലോയ്മെന്റ് വ്യൂ വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്രോസസ് വ്യൂ വരുന്നുണ്ട്. അപ്പൊ എന്താ ഈ യൂസ് കേസ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ബിഹേവിയർ ഓഫ് ദി സിസ്റ്റം ആയിരിക്കും എന്തിനകത്ത് വരുന്നത്? യൂസ് കേസ് വ്യൂവിനകത്ത് വരുന്നത്. ഇറ്റ് ഗീവ് ദ സിസ്റ്റംസ് ഡിസ്ക്രിപ്ഷൻ ടു എൻഡ് യൂസേഴ്സ്, അനലിസ്റ്റ് ആൻഡ് ടെസ്റ്റേഴ്സ്. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? എന്താ? അതായത് അതിന്റെ എക്സ്റ്റേണൽ ബിഹേവിയർ, ആ സിസ്റ്റത്തിന്റെ എക്സ്റ്റേണൽ ബിഹേവിയർ ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ യൂസ് കേസ് വ്യൂവിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ആർക്കൊക്കെ ഉപകാരപ്പെടുന്നത്? എൻഡ് യൂസേഴ്സിനും അനലിസ്റ്റിനും ടെസ്റ്റേഴ്സിനും. With a view defined is the requirement of the system which describes certain aspect of the system design or construction. This is why the use case view is a central role and it is often said to derive in the development process. Design view എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? Design view എന്ന് പറഞ്ഞാൽ it focus on how part of the system and support the requirement expressed in the use case view. Implementation view എന്ന് പറഞ്ഞാലോ, this view describe the physical components out of with the system to be constructed. Process view ആണെന്നുണ്ടെങ്കിൽ it details the issues of concurrency within the system. Deployment ആണെന്നുണ്ടെങ്കിലോ it describes the distribution of physical component across the environment such as network of computers. നമുക്ക് യൂസ് കേസ് ആൻഡ് യൂസ് കേസ് ഡയഗ്രാം ആണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആദ്യം യൂസ് കേസ് അപ്രോച്ച്. യൂസ് കേസ് this is used to represent the system pictorially. It is a combination of text and image to understand the requirement of system clearly. In this approach, we mainly use three
terms, namely use case scenario and use case diagram. ഇവിടെ നമ്മൾ എന്തോ യൂസ് ചെയ്യുന്നത്, യൂസ് കേസ് അപ്രോച്ചിനകത്ത് നമുക്ക് 3 കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് എന്താണ്, യൂസ് കേസ് ഉണ്ട്, യൂസ് കേസ് അനാരിയോ ഉണ്ട്, യൂസ് കേസ് ഡയഗ്രാം ഉണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് റൂൾസ് ടു ക്രിയേറ്റ് യൂസ് കേസ് ആണ്. അപ്പൊ റൂൾസ് ടു ക്രിയേറ്റ് യൂസ് കേസിനകത്ത് നമ്മൾ ആദ്യമേ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയാണ്, ആദ്യം നമ്മൾ ഐഡന്റിഫൈ ഓൾ എൻഡ് യൂസേഴ്സ് ദാറ്റ് ഈസ് ആക്ടേഴ്സ് ഓഫ് ദി സിസ്റ്റം. അതാണ് ആ സിസ്റ്റം ആരൊക്കെയാണോ യൂസ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ആരായിട്ടായിരിക്കും, ആക്ടേഴ്സ് അല്ലെ ആക്ടർ എന്ന് പറയുന്ന ആക്ടർ എന്നായിരിക്കും നമ്മൾ യൂസ് കേസിൽ അവരെ നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ്, ബിൽഡ് ദ പ്രൊഫൈൽ ഓഫ് യൂസർ അക്കോർഡിംഗ് ടു അസൈൻഡ് ടാസ്ക്. പിന്നെ എന്താണ്, ബിൽഡ് എ യൂസ് കേസ് ഫോർ ഈച്ച് റിക്വയർമെന്റ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ക്രിയേറ്റ് ടെംപ്ലേറ്റ് ഫോർ യൂസ് കേസ് ഉണ്ട്. പിന്നെ റിവ്യൂ ആൻഡ് വാലിഡേറ്റ് ദ യൂസേഴ്സ്. അത്രയാണ് ഒരു യൂസ് കേസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതിന്റെ ടെംപ്ലേറ്റ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ആ ഇൻട്രൊഡക്ഷനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, പർപ്പസ് ഓഫ് യൂസ് കേസ് ആണ്, ആക്ടേഴ്സ് അതായത് ആരൊക്കെയാണ് അവിടുത്തെ എൻഡ് യൂസേഴ്സ് അത്. പിന്നെ എന്താണ് അതിന്റെ ഫ്ലോ, അതായത് എങ്ങനെ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ആ സിസ്റ്റത്തിന്റെ ഫ്ലോ എന്നുള്ളതാണ് അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യൽ റിക്വയർമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരുന്നുണ്ട്. പ്രീ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് കണ്ടീഷൻസ്. അപ്പൊ എന്ത് സ്പെഷ്യൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് എന്തെങ്കിലും ആഡ് ഓൺ റിക്വയർമെന്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ അത് വരും. പ്രീ കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ദാറ്റ് നീഡ് ടു സാറ്റിസ്ഫൈഡ് ഫോർ ദി യൂസ് കേസ് ടു എക്സിക്യൂട്ട് ആയിരിക്കും. പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് യൂസ് കേസ് ഡിഫറെന്റ് സ്റ്റേറ്റസ് ഓഫ് ദി സിസ്റ്റംസ് ആർ ഡിഫൈൻഡ് ഹിയർ. പിന്നെ എന്തെങ്കിലും എക്സ്റ്റൻഷൻസ് ഉണ്ടെങ്കിൽ അത്. അപ്പൊ അതൊക്കെ ആയിരിക്കും എന്തിനകത്ത് വരുന്നത്, ടെംപ്ലേറ്റിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് യൂസ് കേസ് ഡയഗ്രാം. അപ്പൊ യൂസ് കേസ് ഡയഗ്രത്തിനകത്ത് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദി സിസ്റ്റം ആൻഡ് ക്രിയേറ്റ് ബൗണ്ടറി ഓഫ് ദി സിസ്റ്റം. അപ്പൊ ഈ യൂസ് കേസ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്, ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ സിസ്റ്റം ആൻഡ് ക്രിയേറ്റ് ദ ബൗണ്ടറി ഓഫ് ദി സിസ്റ്റം. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ കാണിക്കുന്നത്, യൂസറും അതേപോലെ തന്നെ സിസ്റ്റവും. പിന്നെ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ബൗണ്ടറി അവിടെ ഉണ്ടായിരിക്കും. But this diagram used to understand the requirement clearly, enable users to understand the system, generate a test case to validate the system, പിന്നെ എന്താണ്, ബിൽഡ് പ്രൊജക്ട് ഷെഡ്യൂൾ. ഇതൊക്കെയാണ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഈ ഒരു യൂസ് കേസ് ഡയഗ്രാം ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബൗണ്ടറി. അതായത് ഇറ്റ് ഷോസ് ദ ബൗണ്ടറി ഓഫ് ദി സിസ്റ്റം ആൻഡ് ഈസ് റെപ്രസെന്റഡ് ബൈ റെക്ടാംഗിൾ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ ബൗണ്ടറി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത് എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, റെക്ടാംഗിൾ യൂസ് ചെയ്തിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്തത്. പിന്നെ ഇതാണ് ആക്ടറിനെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് റെപ്രസെന്റ് ദ യൂസർ ഓർ പീപ്പിൾ ഓർ ഡിവൈസ് വിച്ച് ഇന്ററാക്ട് വിത്ത് ദ സിസ്റ്റം. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഈ സിസ്റ്റമായിട്ട് ആരാണോ ഇന്ററാക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്ടർ എന്നത്. അപ്പൊ ആക്ടറെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇറ്റ് ഗിവ് input to the system, there is outside of the system boundary. ഇനി നെക്സ്റ്റ് യൂസ് കേസ് വരുന്നുണ്ട്. അപ്പൊ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഷോസ് ദ ഡിസൈഡ് ഫംഗ്ഷൻ ഓഫ് ദി സിസ്റ്റം ആയിരിക്കും വരുന്നത്. അപ്പൊ ദ ഡിഫൈൻ റിക്വയർമെന്റ് ഓഫ് ദി സിസ്റ്റം ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അതായത് യൂസർ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതായിരിക്കും യൂസ് കേസിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ജനറേറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓവൽ സിമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ഇനി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ദാറ്റ് ഡിസ്ക്രൈബ് എ സെറ്റ് ഓഫ് ലിങ്ക്സ്. അതായത് നമ്മൾ കൊടുക്കുന്ന കണക്ഷൻ ഉണ്ടല്ലോ അത്, അതായത് ലിങ്ക് ബീങ് കണക്ഷൻ എമംഗ് ഒബ്ജക്റ്റ്. അഗ്രിഗേഷൻ ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് അസോസിയേഷൻ റെപ്രസെന്റിംഗ് എ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഹോൾ ഇറ്റ്സ് പാർട്ട്. It is represented by a line, maybe directed lines including the labels such as multiplicity and റോൾ നെയിം ആസ് ഗിവൺ ദി ഫിഗർ. കണ്ട, എംപ്ലോയർ എംപ്ലോയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് അസോസിയേഷൻ വരുന്നത്. പിന്നെ ഇവിടെ എന്ത് വരുന്നുണ്ട്, ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞിട്ട് ഒരു റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പൊ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂസ് കേസ് ആൻഡ് ഈസ് റെപ്രസെന്റഡ് ബൈ ഡയറക്റ്റഡ് ഡാഷ്ഡ് ലൈൻസ് ആൻഡ് ഒക്കേഷണലി ഇൻക്ലൂഡ് ലേബൽ. കണ്ടോ, ഇറ്റ് യൂസ്ഡ് ടു ഷോ ദ എന്താണ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂസ് കേസ് ആയിരിക്കും. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാലോ, the concept of inheritance among the use case and actors. The generalization is a relationship in which object or specialized element are
സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ഫോർ ദി ഒബ്ജക്റ്റ് ആർ ജനറലൈസ്ഡ് എലമെന്റ്. അതായത് എന്തായിരിക്കും ആ ഒരു ഡിറൈവ്ഡ് റിലേഷൻഷിപ്പ്, പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എന്താണോ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതാണ് ജനറലൈസേഷൻ എന്ന്. അപ്പൊ അതിന്റെ സിമ്പൽ അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് വരുന്നുണ്ട്, റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെപ്പും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് എ സെമാന്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലാസിഫയേഴ്സ് wherein one classifier specify contract to another classifier guarantee to carried out. It represented by dashed line with a hollow arrowhead pointed towards the parent. അതാണ് റിയലൈസേഷൻ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതുണ്ട് യൂസ് കേസ് ഡയഗ്രാം ഫോർ ഫ്ലൈറ്റ് ബുക്കിംഗ് സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ യൂസ് കേസ് ലോഗിൻ ഉണ്ട്, ബുക്ക് ടിക്കറ്റ് ഉണ്ട്, പിന്നെന്താണ് വ്യൂ ബുക്കിംഗ് സ്റ്റാറ്റസ് ഉണ്ട്, വ്യൂ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഉണ്ട്, ടിക്കറ്റ് ക്യാൻസലേഷൻ ഉണ്ട്, അപ്ഡേറ്റ് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഉണ്ട്, റിപ്പോർട്ട് ജനറേഷൻ വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് ആക്ടേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ ഫോർ ദി സിസ്റ്റം ഉണ്ട്, ട്രാവലർ റിസർവേഷൻ ക്ലർക്കും വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടോ, അഡ്മിൻ എന്ന് പറയുന്ന ആരാണ്, ആക്ടർ ആണ്. അയാൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എവിടെ തന്നിരിക്കുന്നത്, സിസ്റ്റത്തിനകത്ത്, അതായത് റെക്ടാങ്കിളിനുള്ളിൽ തന്നിരിക്കുന്നത് കണ്ടോ. അപ്ഡേറ്റ് ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഉണ്ട്, ജനറേറ്റ് ദ റിപ്പോർട്ട് ഉണ്ട്, ലോഗിൻ ഉണ്ട്, പിന്നെ ഇതുണ്ട്. അതൊക്കെ ആര് ചെയ്യുന്നു, അഡ്മിൻ ചെയ്യുന്നു. പിന്നെ റിസർവേഷൻ ക്ലർക്ക് എന്ന് പറയുന്നത്, അപ്പൊ ഈ അഡ്മിന് റിസർവേഷൻ ക്ലർക്ക് ട്രാവലർ എന്നൊക്കെ പറയുന്ന ആരാണ്, ആക്ടേഴ്സ് ആണ്. അപ്പൊ അവര് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ ഈ ഓവൽ സിമ്പലിനകത്ത് കൊടുത്തിരിക്കുന്ന യൂസ് കേസുകളായിട്ട്. പിന്നെന്താണ്, നമ്മൾ ആരോ മാർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുകൊണ്ട് അതെല്ലാം നമ്മൾ എന്തിനകത്താണ് കൊടുത്തിരിക്കുന്നത്, ഒരു സിസ്റ്റത്തിനകത്ത്. അതാണ് എന്തെന്ന് പറയുന്ന റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. അപ്പൊ റിസർവേഷൻ ക്ലർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ലോഗിൻ ചെയ്യുന്നുണ്ട്, ബുക്കിംഗ് സ്റ്റാറ്റസ് വ്യൂ ചെയ്യുന്നുണ്ട്, ഫ്ലൈറ്റ് ഷെഡ്യൂൾ വ്യൂ ചെയ്യുന്നുണ്ട്, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്, ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ട്രാവലർ ലോഗിൻ ചെയ്യുന്നു, ബുക്കിംഗ് സ്റ്റാറ്റസ് വ്യൂ ചെയ്യുന്നു, അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ വ്യൂ ചെയ്യുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന യൂസ് കേസ് ഡയഗ്രാം എന്തിന്റെ യൂസ് കേസ് ഡയഗ്രാം, ഒരു ഫ്ലൈറ്റ് ബുക്കിംഗ് സിസ്റ്റത്തിന്റെ യൂസ് കേസ് ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു ഫ്ലൈറ്റ് ബുക്കിംഗ് സിസ്റ്റത്തിന്റെ യൂസ് കേസ് ഡയഗ്രാം നിങ്ങളോട് വരയ്ക്കാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട് എന്ന് ആദ്യമേ നിങ്ങൾ ഓർക്ക്, അതായത് അവിടെ വരുന്ന യൂസ് കേസുകൾ അല്ലെ എൻഡ് യൂസേഴ്സ് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ആരൊക്കെ വരുന്നുണ്ട്, ട്രാവലർ വരുന്നുണ്ട്, റിസർവേഷൻ വരുന്നുണ്ട്, അഡ്മിൻ വരുന്നുണ്ട്. അപ്പം അവർ ഓരോന്ന് ചെയ്യുന്ന ടാസ്കുകൾ ഒരു സിസ്റ്റത്തിലേക്ക് 1 by 1 ആയിട്ട് കൊടുക്കുക, തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂസ് കേസ് ഡയഗ്രാം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ യൂസ് കേസ് ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ക്ലാസസ് ആൻഡ് ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെ ആയിരിക്കാം, അതായത് നമ്മൾ ഡേറ്റാബേസ് കണ്ടില്ലായിരുന്നോ. അപ്പൊ ആ ഡേറ്റാബേസ് അതിന്റെ ഒരു ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിനകത്ത് വരുന്നത്. ക്ലാസ് ഡയഗ്രാം ഷോ ദ സ്റ്റാറ്റിക് വ്യൂ ഓഫ് ദി സിസ്റ്റം ബൈ ഷോയിങ് ദ ക്ലാസസ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ക്ലാസ് ഇന്റഗ്രേറ്റ് ദ ഡേറ്റ ആൻഡ് ബിഹേവിയർ ഇൻടു 1 യൂണിറ്റ്. അപ്പൊ ഇവിടെ ക്ലാസ്സിനകത്ത് ക്ലാസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്ടാങ്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ അതിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ് നെയിം ഉണ്ട്, ആട്രിബ്യൂട്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓപ്പറേഷൻ വരുന്നുണ്ട്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ് ഒരു ക്ലാസ്സിന് വരുന്നത്. അപ്പൊ കണ്ടോ തന്നിരിക്കുന്നതോ, നെയിം, ആട്രിബ്യൂട്ട്, ഓപ്പറേഷൻ. അപ്പം ഇതുണ്ട്, നെയിം എന്ന് പറയുന്നത് ലൈബ്രറി മെമ്പർ ആണ്. അപ്പൊ അതിനകത്ത് ആട്രിബ്യൂട്ട് നെയിം, ഡിപ്പാർട്ട്മെന്റ് ഡെസിഗ്നേഷനും, അപ്പൊ അവിടെ നടക്കാൻ സാധ്യതയുള്ള ഓപ്പറേഷൻ, ഇഷ്യൂ ബുക്ക്, റിട്ടേൺ ബുക്ക്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്ന ഒരു ക്ലാസ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ആണ്. അതായത് ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ കുറച്ച് വിസിബിലിറ്റി വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് വിസിബിലിറ്റി വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അല്ലാത്ത, അതായത് പബ്ലിക് പ്രൈവറ്റ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ അങ്ങനെ പബ്ലിക്കും പ്രൈവറ്റും പ്രൊട്ടക്റ്റഡും പാക്കേജും ഒക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനകത്ത് റെപ്രസെന്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, ക്ലാസ്സിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം കണ്ടോ, പബ്ലിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സിമ്പിൾ യൂസ് ചെയ്യും, പ്ലസ്. പ്രൈവറ്റ് ആണെന്നുണ്ടല്ലോ മൈനസ്, പ്രൊട്ടക്റ്റഡ് ആണെന്നുണ്ടല്ലോ ഹാഷ്, പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ ടിൽഡ് സിമ്പിളും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. While writing the operation specification, it must specify all arguments and their data type separated by colon. Return data type, it is visibility and constraints within curly braces.
ഇതുണ്ട് എക്സാമ്പിൾ കമ്പ്യൂട്ട് കോസ്റ്റ് ഓപ്പറേഷൻ ഈസ് റിട്ടേൺ ആസ് കമ്പ്യൂട്ട് കോസ്റ്റ് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടോ ലൈബ്രറി മെമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കണ്ടോ മൈനസ് സിമ്പല യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്രൈവറ്റ് ആയിട്ടാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നെയിം ഉണ്ട്, മെമ്പർ ID ഉണ്ട്, അഡ്രസ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, സെമസ്റ്റർ ഉണ്ട്, ബ്രാഞ്ച് ഉണ്ട്, ലൈബ്രറി ഉണ്ട്. അതൊക്കെ എന്താണ് ലൈബ്രറി മെമ്പർ എന്ന് പറയുന്ന ക്ലാസിന്റെ യൂണിക് ആയിട്ട് വരുന്ന അല്ല അതിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള അതിന്റെ മാത്രം ഡീറ്റെയിൽസ് ആണ്. ലൈബ്രറി മെമ്പറുടെ നെയിം, ID, അഡ്രസ്, സെക്യൂരിറ്റി, സെമസ്റ്റർ, ബ്രാഞ്ച്, ലൈബ്രറി, ഹിസ്റ്ററി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് സിമ്പിൾ വന്നിരിക്കുന്നുണ്ടോ സെറ്റ് നെയിം. സെറ്റ് നെയിം എന്ന് പറയുന്നതാണ് പബ്ലിക് ആയിരിക്കും. അപ്പൊ ആ പബ്ലിക് ആയിട്ടുള്ളതിന് എന്തായിരിക്കും, അതിനെ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അതേസമയം മൈനസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പ്രൈവറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ആക്സസിബിലിറ്റി എല്ലാവർക്കും കിട്ടത്തില്ല. പിന്നെ അപ്പം ക്ലാസ് നെയിം വന്നു, അതിന്റെ ആട്രിബ്യൂട്ട് വന്നു. ഇനി എന്താണ് ഓപ്പറേഷൻസ് ആണ് നെക്സ്റ്റ് കിടക്കുന്നത്. അപ്പൊ ഓപ്പറേഷൻസ് എല്ലാം എന്താണ് പബ്ലിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പബ്ലിക് ആയിട്ട് കണ്ടോ ബ്രാഞ്ച് ഉണ്ട്, ഗെറ്റ് സെക്യൂരിറ്റി ഉണ്ട്, സെറ്റ് പ്രൈവറ്റ് ലൈബ്രറി ഹിസ്റ്ററി ഉണ്ട്, പിന്നെ അപ്ഡേറ്റ് ലൈബ്രറി ഹിസ്റ്ററി ഉണ്ട്. കണ്ടോ? ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ക്ലാസ്സിനകത്ത് നമുക്ക് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. 3 റിലേഷൻഷിപ്പ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് അസോസിയേഷൻ, അഗ്രിഗേഷൻ ആൻഡ് ജനറലൈസേഷൻ. അപ്പൊ അസോസിയേഷൻ റിലേറ്റഡ് ക്ലാസ് A to class B is shown as link between classes, while the reading textual description of the requirement by correspond to verbs and ക്ലാസ് കറസ്പോണ്ട് ടു നൗൺസ്. അപ്പൊ ഇതുണ്ട് ഡിപ്പാർട്ട്മെന്റ്, എംപ്ലോയീസ്, ഫാക്കൽറ്റീസ്. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ എന്തുണ്ടായിരിക്കും മൾട്ടിപ്പിൾ ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് കാണിച്ചിരിക്കുന്നത് 0 to 1 എന്ന്. നമ്മളിപ്പോ റിലേഷൻഷിപ്പ് പഠിച്ചില്ലായിരുന്നു 1 to 1, 1 to many എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഗ്രി ഒക്കെ പഠിച്ചില്ലായിരുന്നു. ആ കാര്യങ്ങളൊക്കെ എവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം പിന്നെന്താണ് മെനി ഡിപ്പാർട്ട്മെന്റും മൾട്ടിപ്പിൾ ഫാക്കൽറ്റീസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. ജനറലൈസേഷൻ ബിറ്റ്വീൻ 2 ക്ലാസ്സസ് ഷോൺ ബൈ ഈസ് എ റിലേഷൻഷിപ്പ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ക്ലാസ് ബിറ്റ്വീൻ ഈസ് എ റിലേഷൻഷിപ്പ് ഈസ് ഐഡന്റിഫൈഡ് ആർ കോൾഡ് സൂപ്പർ ക്ലാസ് ആൻഡ് സബ് ക്ലാസ് റെസ്പെക്റ്റീവ്ലി. സൂപ്പർ ക്ലാസ് ഇൻഹെറിറ്റ് ഫീച്ചേഴ്സ് ഓഫ് സബ് ക്ലാസ് ഇൻഹെറിറ്റ് is the features of super class in addition to features which are specific to സബ് ക്ലാസ്. അപ്പൊ ഈ ജനറലൈസേഷനകത്ത് എന്താ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇൻഹെറിറ്റൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ് നമുക്ക് 2 ക്ലാസ് ഉണ്ടായിരിക്കും, സൂപ്പർ ക്ലാസ് ഉണ്ടായിരിക്കും, സബ് ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ സബ് ക്ലാസ്സിന് എന്ത് കിട്ടും, സൂപ്പർ ക്ലാസിന്റെ എല്ലാ ഫീച്ചേഴ്സും ഡെറൈവ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളൊരു സബ് ക്ലാസ് ജനറേറ്റ് ചെയ്യുന്നത്. അത് കൂടാതെ സബ് ക്ലാസ്സിന് എന്തും ആഡ് ചെയ്യാൻ പറ്റും, സബ് ക്ലാസിന്റേതായ ഫീച്ചേഴ്സും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആ ഒരു കാര്യമായിരിക്കും ആര് ഫോളോ ചെയ്യുന്ന ജനറലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഫോളോ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ജനറലൈസേഷൻ ആണ് എവിടെ കാണിച്ചിരിക്കുന്നത്, ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ക്ലാസ്സും യൂസ് കേസും നിങ്ങൾ നോക്കുക. അപ്പൊ ഒരു മിനിറ്റ് ഞാൻ ഇതിന്റെ ഓക്കെ. ഇതിന്റെ
ഓക്കെ. അപ്പം നമ്മുടെ ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ യൂസ് കേസ് ഡയഗ്രവും ഇതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാവേ. ഇതുണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ യൂസ് കേസ് ഡയഗ്രം ആണ് ഇതേണ്ട ഈ കാണുന്നത്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? അഡ്മിൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡോക്ടർ ഉണ്ട്, യൂസർ ഉണ്ട്, പേഷ്യന്റ് വരുന്നുണ്ട്. അപ്പം നോക്കിക്കേ, അഡ്മിൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഡോക്ടറുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അതായത് ഏതൊരു സിസ്റ്റം എടുത്താൽ അവിടെ വരുന്ന ഒരാളാണ് അഡ്മിൻ എന്ന് പറയുന്നത്. അതായത് മൊത്തം ഓവറോൾ ആ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്ന ആരായിരിക്കും? അഡ്മിൻ ആയിരിക്കും വരുന്നത്. അപ്പൊ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടറുടെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഡോക്ടർമാർ പുതിയ ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? ബില്ല് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, റീഫണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരായിരിക്കാം? നമ്മുടെ അഡ്മിൻ ആയിരിക്കും. പിന്നെ ഡോക്ടർ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്യുന്നുണ്ട്, പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്, ക്യാൻസൽ ചെയ്യുന്നുണ്ട് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ഒരാളെന്ന് പറയുന്നത് പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ പേഷ്യന്റ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? പേഷ്യന്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? യൂസർ എന്ന് പറയുന്നത്. അപ്പം അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് അപ്പോയിന്റ്മെന്റ് പേഷ്യന്റ് എന്ത് ചെയ്യാറുണ്ട്? ക്യാൻസൽ ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പേയ്മെന്റ് ചെയ്യാറുണ്ട്, അപ്പോയിന്റ്മെന്റ് സ്റ്റാറ്റസ് വ്യൂ ചെയ്യാറുണ്ട്, അപ്പോയിന്റ്മെന്റ് എടുക്കാറുണ്ട്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? പേഷ്യന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ്, ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ഒരു യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്ന വരയ്ക്കുന്നത്. അപ്പൊ ഈ പേഷ്യന്റ്, അഡ്മിന്, ഡോക്ടർ എന്നൊക്കെ പറയുന്ന ആരായിരിക്കും? ആക്ടേഴ്സ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. പിന്നെ ഇവിടെ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു എന്താ നമ്മുടെ സിമ്പൽ ഇല്ലേ, റെക്ടാംഗിള്, അതെന്തായിരിക്കും? അതിന് നമ്മൾ സിസ്റ്റം എന്നായിരിക്കും പറയുന്നത്. പിന്നെ ഈ ഓവൽ സിമ്പിൾ കാണിച്ചിട്ടില്ലേ, അതെന്തായിരിക്കും വരുന്നത്? ഓവൽ സിമ്പിൾ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ യൂസ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്തിന്റെ യൂസ് കേസ് ഡയഗ്രാം വരുന്നത്? നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് ഡയഗ്രാം ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ക്ലാസ് ഡയഗ്രാം കാണാൻ സാധ്യത കുറവായിരിക്കുക. പിന്നെ വേറെ സിസ്റ്റത്തിന്റെ ക്ലാസ് ഡയഗ്രാം എടുത്ത് ഓക്കെ. അപ്പം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ക്ലാസ് ഡയഗ്രാം അതിനകത്ത് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിത് ഒരു വെഡിങ് കാർഡ് പ്രിപ്പറേഷൻ സിസ്റ്റത്തിന്റെ ഒരു ക്ലാസ് ഡയഗ്രാം ആണ്. ഇപ്പൊ വെഡിങ് കാർഡ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ആയിട്ടൊക്കെ ഇല്ല ഇപ്പൊ സൈറ്റുകളൊക്കെ, വെഡിങ് കാർഡുകളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനും ഓർഡർ കൊടുക്കാനൊക്കെ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഒരു സിസ്റ്റം ആയത്. അപ്പം ആ സിസ്റ്റത്തിന്റെ ക്ലാസ് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ക്ലാസ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നമ്മൾ കണ്ടായിരുന്നു. ക്ലാസ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് കണ്ട? ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡയഗ്രാം ആണ്. അതേപോലെ തന്നെ കണ്ട എ ടൈപ്പ് ഓഫ് സ്റ്റാറ്റിക് സ്ട്രക്ചർ ഡയഗ്രാം that describe the structure of the system by showing the systems class, their attribute, operations and relationship among the object ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വേണ്ടേ ആ ഡയഗ്രത്തിന്റെ റെപ്രസെന്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ അവിടെ അതായത് ഞാൻ പറഞ്ഞ നമ്മുടെ ടേബിൾസ് ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇത് ഡ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ വരുന്നുണ്ട് കളർ എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ വരുന്നുണ്ട്. അപ്പൊ കളറിനകത്ത് വരുന്ന ആട്രിബ്യൂട്ടുകൾ, കളർ ID അതിന്റെ ആട്രിബ്യൂട്ട് ആണ് വരുന്നത്. അതിനകത്ത് ആഡ്, മോഡിഫൈ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫംഗ്ഷനാലിറ്റി. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന സിമ്പൽ ഇതൊക്കെ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വരുന്നതാണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ ഓൺ വരയ്ക്കുമ്പോഴാണ് നിങ്ങൾ ഈ എന്താ മൈനസ് പ്ലസ് സിമ്പലിന്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇതുണ്ട് ഫോർമാറ്റ് ID, ഫോർമാറ്റ് നെയിം, ഇമേജ് ഷേപ്പ് വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ആഡ്, മോഡിഫൈ ആണ്. അപ്പൊ കോമൺ ആയിട്ട് പിന്നെ നമുക്ക് ഓരോ ടേബിൾ എടുക്കുമ്പോൾ ആ ടേബിൾ കണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്തൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഷിപ്മെന്റ് മോഡ് ആണെന്നുണ്ടെങ്കിൽ
ഇപ്പൊ ഷിപ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നവരല്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു കാര്യം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ എത്തിയെന്ന് നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലേ. ഇതുണ്ട് ഷിപ്മെന്റ് മോഡിനകത്ത് കണ്ട് ആഡ് മോഡിഫൈ എന്നുണ്ട്, വ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അത് ഡ്രോ ചെയ്യുന്നത് കേട്ടോ. എന്ത് ഡ്രോ ചെയ്യുന്ന ഒരു ക്ലാസ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. അതായത് നമ്മൾ ടേബിൾസ് എല്ലാം ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ആ ടേബിൾസിന്റെ നെയിമും അതിനകത്ത് വരുന്ന ആട്രിബ്യൂട്ടുകളും എക്സ്ട്രാ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് വരാൻ സാധ്യതയുള്ള ഓപ്പറേഷൻസ് അല്ലെ മെത്തേഡ്സ്. മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡും ചെയ്യുന്നുണ്ട്, മോഡിഫൈ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളത് വ്യൂ ചെയ്യുന്നുണ്ട്. വ്യൂ ആ കാര്യമായിരിക്കും നമ്മൾ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ക്ലാസ് ഡയഗ്രത്തിന്റെ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസ് ഡയഗ്രത്തിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്ലാസ് ഡയഗ്രം നമ്മൾ കണ്ടു, സ്റ്റാറ്റിക് ആണെന്ന് കണ്ടു. പിന്നെ എന്തൊക്കെയായിരുന്നു ക്ലാസ് ഡയഗ്രത്തിനകത്ത്, 3 ക്ലാസിഫിക്കേഷൻ അതിനകത്ത് വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടു. It represents a type of object residing in the system and the relationship between them. Class consists of its object and also inherit from another class. പിന്നെ ഇതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഇറ്റ് റെപ്രസെന്റ് ദ ഒബ്ജക്ട് മോഡൽ ബൈ കോംപ്ലക്സ് സിസ്റ്റം, റെഡ്യൂസ് ദ മെയിൻ്റനൻസ് ടൈം, പ്രൊവൈഡിംഗ് ദ ഓവർവ്യൂ ഓഫ് ഹൗ ദ ആപ്ലിക്കേഷൻ സ്ട്രക്ചേർഡ് ബിഫോർ ഇൻ ദ കോഡിംഗ്. ഇറ്റ് ഹെൽപ്ഫുൾ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. ഒക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പൊ ഇതിന് 3 ക്ലാസിഫിക്കേഷൻ കണ്ടു. അതായത് അപ്പർ സെക്ഷൻ ഉണ്ട്, മിഡിൽ സെക്ഷൻ ഉണ്ട്, പിന്നെന്താണ് ലോവർ സെക്ഷൻ ഉണ്ട്. അപ്പം അപ്പർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഏതാണ് വരുന്നത്, നമ്മുടെ ക്ലാസിന്റെ നെയിം ആയിരിക്കും വരുന്നത്. അപ്പം എന്തായിരിക്കും അത്, ക്യാപിറ്റൽ ലെറ്ററിൽ വേണം, സെൻട്രൽ ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് റൂൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ മിഡിൽ സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അത് ആട്രിബ്യൂട്ട് ആയിരിക്കും വരുന്നത്. അവിടെയാണ് നമ്മൾ വിസിബിലിറ്റി ഫാക്ടേഴ്സ്, പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് പാക്കേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോവർ സെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, മെത്തേഡ്സ് ഓർ ഓപ്പറേഷൻസ് ആയിരിക്കും അവിടെ വരുന്നത്. ഇത് ഇങ്ങനെയാണ് 3 ക്ലാസിഫിക്കേഷൻ വരുന്നത്. പിന്നെ റിലേഷൻഷിപ്പ്, ഡിപ്പെൻഡൻസി നമ്മളിപ്പോ കണ്ടായിരുന്നത്. ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പൊ ഇതേണ്ട സ്റ്റുഡന്റ് നെയിമും സ്റ്റുഡന്റ് ഐ ഡി, അതായത് സ്റ്റുഡന്റ് നെയിം ഡിപ്പെൻഡ് ഓൺ സ്റ്റുഡന്റ് ഐ ഡി. അപ്പൊ സ്റ്റുഡന്റ് നെയിം സ്റ്റുഡന്റ് ഐ ഡിയെ ഡിപ്പെൻഡ് ഓൺ കാണിക്കുന്ന റിലേഷൻഷിപ്പ് ഉണ്ടോ, ഡാഷ്ഡ് ലൈൻ ആയിരിക്കും അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ജനറലൈസേഷൻ എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ്, അത് എന്തായിരിക്കും, പേരന്റ് ക്ലാസ്, അതായത് പേരന്റ് ക്ലാസ്സും ചൈൽഡ് ക്ലാസ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്തിനെ സൂചിപ്പിക്കുന്നത്, ജനറലൈസേഷനെ സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു. അത് എങ്ങനെ കാണിക്കുന്നതെന്ന് കണ്ടോ, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ് എന്തൊക്കെ, കറണ്ട് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട്, ക്രെഡിറ്റ് അക്കൗണ്ട്. കണ്ടോ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ബാങ്ക് അക്കൗണ്ട് ആണ് നമ്മുടെ മെയിൻ ക്ലാസ്, അവിടെ നിന്നാണ് ബാക്കി വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് അസോസിയേഷൻ. അപ്പൊ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, വെറുതെ ഒരു കണക്ഷൻ, ലിങ്ക് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ എന്തായിരിക്കും വരുന്നത്, ഡിസ്ക്രൈബ് ദ സ്റ്റാറ്റിക് ഓർ ഫിസിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ 2 or more ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലായിരിക്കും എന്ത് വരുന്നത്, അതായത് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റഡ് വിത്ത് കോളേജ്, അതിനാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് ഡിഫൈൻ ദ സ്പെസിഫിക് റേഞ്ച് ഓഫ് അലോബിൾ ഇൻസ്റ്റൻസ് ഓഫ് ആട്രിബ്യൂട്ട്. ഇറ്റ് കേസ് ഓഫ് റേഞ്ച് ഈസ് നോട്ട് സ്പെസിഫൈഡ് കൺസിഡർ ആസ് ഡിഫോൾട്ട് മൾട്ടിപ്ലിസിറ്റി. അതായത് എക്സാമ്പിൾ പറയാം, മൾട്ടിപ്പിൾ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ടു 1 ഹോസ്പിറ്റൽ. കണ്ടോ, അതാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട്, കണ്ടോ, ഹോസ്പിറ്റല്, എന്നിട്ട് അഡ്മിറ്റഡ് പേഷ്യന്റ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ പേഷ്യന്റിന്റെ അവിടെ കണ്ടോ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്, അതാണ് എന്തിനെ സൂചിപ്പിക്കുന്നത്, മൾട്ടിപ്ലിസിറ്റിനെ സൂചിപ്പിക്കുന്നത്. ഇനി അഗ്രിഗേഷൻ, അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ സബ്സെറ്റ് ഓഫ് അസോസിയേഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ വിച്ച് റെപ്രസെന്റ് ഹാസ് എ റിലേഷൻഷിപ്പ് ആയിരിക്കും അവിടെ വരുന്നത്, വിച്ച് ഇസ് മോർ സ്പെസിഫിക് ദാൻ അസോസിയേഷൻ. ഇറ്റ് ഡിഫൈൻ ദ പാർട്ട് ഹോൾ ഓർ പാർട്ട് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്, കമ്പനി എൻകംബേഴ്സ് എ നമ്പർ ഓഫ് എംപ്ലോയീസ് ആൻഡ് ഈവൻ 1 എംപ്ലോയി റിസൈൻ ഇത് കമ്പനി സ്റ്റിൽ എക്സിസ്റ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതുണ്ട്, കമ്പനി അസോസിയേറ്റ് എംപ്ലോയി ആണ് വന്നിരിക്കുന്നത്. ഇനി കോമ്പോസിഷൻ വരുമ്പോഴേക്കോ സബ്സെറ്റ് ഓഫ് അഗ്രിഗേഷൻ ആയിരിക്കും. അതെന്തായിരിക്കും, പോർട്രി ഇത് ഡിപെൻഡൻസീസ് ബിറ്റ്വീൻ ദ പേരന്റ് ആൻഡ് ചൈൽഡ്, വിച്ച് മീൻസ് 1 പാർട്ടി ഈസ് ഡിലീറ്റഡ് ദെൻ അതർ പാർട്ടീസ് ഓൾസോ ഗെറ്റ് ഡിസ്കാർഡഡ്. അങ്ങനെ വരുമ്പോഴായിരിക്കും എന്ത് വരുന്നത്, ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നത് വരുന്നത്. ഇറ്റ് റെപ്രസെന്റ് ഹോൾ പാർട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കും വരുന്നത്.
ഇത് കണ്ട് എ കോണ്ടാക്ട് ബുക്ക് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ കോണ്ടാക്ട് ആൻഡ് ഇഫ് യു ഡിലീറ്റ് കോണ്ടാക്ട് ബുക്ക് ഓൾ ദി കോണ്ടാക്ട് വിൽ ബി ലോസ്റ്റ്. അപ്പൊ കാണിച്ചിരിക്കുന്നുണ്ടോ കോണ്ടാക്ട് ബുക്ക് കോണ്ടാക്ട് എന്താ കാണിച്ചിരിക്കുന്നത്, ഈ കോമ്പോസിഷൻ ആയിരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് ക്ലാസ് ഡയഗ്രത്തിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇതേണ്ട ഒരു ഡയഗ്രത്തിന്റെ റെപ്രസെന്റേഷൻ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇതെന്താണ്, ഒരു ഓൺലൈൻ ഓർഡറിംഗ് സിസ്റ്റത്തിന്റെ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ കസ്റ്റമർ ഉണ്ട്, ഓർഡർ ഉണ്ട്, ഓർഡർ ഡീറ്റെയിൽ ഉണ്ട്, ഐറ്റം ഉണ്ട്. അപ്പൊ ഇതുണ്ടോ കസ്റ്റമറും ഓർഡറും തമ്മിലൊരു എന്താണ് ഒരു അസോസിയേഷനെ വന്നിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കണ്ടോ, ഓർഡർ ഡേറ്റ്, ഓർഡറിനകത്ത് ഡേറ്റും സ്റ്റാറ്റസും ഉണ്ട്, അതിനകത്ത് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ഉണ്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഈ UML ആൻഡ് യൂസ് കേസ് ഡയഗ്രാം, ക്ലാസ് ഡയഗ്രാം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്താ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റിനകത്ത് നമ്മൾ കണ്ട SRS കണ്ടു, അതേപോലെ തന്നെ നമ്മൾ DFT കണ്ടായിരുന്നു, പിന്നെ എന്താണ് ER ഡയഗ്രാം കണ്ടു, യൂസ് കേസ് കണ്ടു, ക്ലാസ് ഡയഗ്രാം കണ്ടു. അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നോക്കുക. നമുക്ക് ബാക്കി നെക്സ്റ്റ് ബ്ലോക്ക് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ ഇതേമാതിരി. അപ്പോൾ ഓക്കെ, താങ്ക് യു.